അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ലില്ലി സണ്ണി. ഛത്തീസ്ഗഡിൽ ജനിച്ച് വളർത്തപ്പെട്ട തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ വിടുതലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടി വി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസി ഒരു നഴ്സിംഗ് കോളേജിന്റെ പ്രൊഫസറായും പ്രിൻസിപ്പളായും മറ്റും സേവനമനുഷ്ഠിക്കുവാൻ ദൈവം തന്നെ സഹായിച്ചു. ഇന്ന് തന്റെ ജീവിതാനുഭവത്തിലൂടെ ദൈവം ചെയ്ത പ്രവർത്തികൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു അനുഗ്രഹവും ഒരു മുതൽക്കൂട്ടുമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ലില്ലി സണ്ണിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയത്തിലൊഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. വെൽക്കം പാസ്റ്റർ, പ്രൈസ് ദ ലോർഡ്. ഈ വലിയൊരു ഓപ്പർച്യൂണിറ്റി അരോമ ടി വി വന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ തന്നതിൽ ഒത്തിരി ഒത്തിരി നന്ദി. എന്നിട്ട് ഈ അരോമ ടി വിയിൽ കൂടെ ഞങ്ങളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർ, ഞങ്ങൾക്ക് ലോകം അറിയുന്ന മിനിസ്ട്രീസ് ഇല്ല, മിനിസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നാൽ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടേതായ നിലകളിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, ആൾക്കാരെ ദൈവത്തിലോട്ട് കൊണ്ടുവരുന്നു. അത് ഞങ്ങൾക്ക് അതിൻ്റെ സാക്ഷ്യം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരുക്കി തരുന്ന ഈ അരോമ ടി വിയോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. പാസ്റ്ററിൻ്റെ ഈ വിഷൻ ദൈവം വളർത്തട്ടെ. ഒത്തിരി പേരിങ്ങനെ വന്ന് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ജന്മം നൽകുന്നു. സോ അത് ഒത്തിരി പേരിങ്ങനെ ഇന്ന് 140 crore ആൾക്കാരെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് 140 എങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റിയാൽ അത് വലിയൊരു നമ്മൾ അക്കൗണ്ടബിളാണ് ദൈവത്തിൻ്റെ മുൻപാകെ. എന്നെപ്പറ്റി എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു ടി വി ഇതിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും ഓർത്തയല്ല. പക്ഷേ എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ഇച്ചിരി ഇതായിരുന്നു, ഇത് അനേകരുടെ അടുത്ത് പോകുന്നതാണ്, അതിൽ കൂടെ ആർക്കും ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകാൻ അനുവദിക്കല്ല. കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞു. അതിനുവേണ്ടി പാസ്റ്റർ ഒത്തിരി ഒത്തിരി നന്ദി. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ നോർത്ത് ഇന്ത്യ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഭിലായിൽ ജനിച്ചു വളർന്നു. പപ്പ ഇവിടെ BSP സ്റ്റീൽ പ്ലാന്റ് തുറന്ന കാലത്ത്, സ്റ്റാർട്ടായ കാലത്ത് ഇങ്ങോട്ട് ഒത്തിരിയും നമ്മുടെ മലയാളികൾ ജോലി സംബന്ധമായ കാര്യത്തിന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ആ രീതിയിൽ പപ്പായും ആ സമയത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ സെറ്റിലായി. അങ്ങനെ ഇന്നിവിടെ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റിലായി ജീവിക്കുന്നു. കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ പേര് സണ്ണി ഇപ്പൻ. പുള്ളി ഫാർമസിസ്റ്റാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ. 3 പിള്ളേരുണ്ട്. മൂത്ത മോൾ ക്രിസ്റ്റീന, അവൾ MBBS കഴിഞ്ഞു, ഒരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അവൾ PGക്ക് വേണ്ടിയുള്ള ഇതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പെടുക്കുന്നു. രണ്ടാമത്തെ മകൾ ജസ്റ്റീന, അവൾ ഡൽഹിയിൽ ജേർണലിസം ചെയ്തിട്ട് അവൾ ഡൽഹിയിൽ ANI ന്യൂസ് ഏജൻസിയുമായിട്ട് കൂടി വർക്ക് ചെയ്യുന്നു, കൂടെ MBAയും ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ മോൻ BCom ചെയ്യുന്നു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫൈനാൻഷ്യൽ അനാലിറ്റിക്സിൽ. അങ്ങനെ 3 പിള്ളേരുണ്ട്. ഞാൻ MS നഴ്സിംഗ് ചെയ്തതാണ്. എന്നിട്ടൊരു നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ദൈവം കുറേ സമയം കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ദൈവവേലയിലോട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങൾ. പക്ഷെ ആദ്യ സമയത്തൊന്നും അതിനൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമല്ലായിരുന്നു. ബിക്കോസ് പിള്ളേരെ ഫാമിലി സെറ്റിലായിട്ടില്ല, എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നുള്ള ചിന്തിച്ച്. പക്ഷെ ഒരു വചനം, ദ ഹാർവസ്റ്റ് ഇസ് പ്ലെന്റി ബട്ട് ദ ലേബറേഴ്സ് ആർ ഫ്യൂ എന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ ആ വചനം അട്രാക്ട് ചെയ്തു. അന്ന് മുതലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ നീ എന്നെ സെൻഡ് ചെയ്യണം, ഞാൻ പോകാൻ റെഡിയാണ്, ബട്ട് യു ഷുഡ് സെൻഡ് മീ. ആ പ്രാർത്ഥിക്കും. പല തവണ പല കാര്യങ്ങൾ ശ്രമിച്ചു. ആ സമയത്തെല്ലാം ദൈവം സംസാരിക്കും, വെയിറ്റ്, ഞാൻ നിന്നെ ഇറക്കും, വെയിറ്റ്.
അങ്ങനെ നടന്നു. പക്ഷെ ദൈവം ആ റിയലി കോളിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ള ധൈര്യം അന്ന് കുറവായിരുന്നു. ബട്ട് 2025 സെപ്റ്റംബറിൽ ദൈവം പൂർണ്ണമായിട്ട് 26 സെപ്റ്റംബർ ഞാൻ റിസൈൻ ചെയ്തു. ടോട്ടലി ജോബിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ വെളിയിലിറങ്ങി. അങ്ങനെ ഇന്ന് ദൈവവേലയിൽ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജൂലൈയിൽ എനിക്കൊരു എൻകൗണ്ടർ ലഭിക്കുന്നു. ഞാൻ എൻ്റെ മുറിയിൽ ഉച്ചസമയത്ത് കിടക്കുന്ന സമയത്ത് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി മുറിയില്ല. ഒരു ദൈവശക്തി ഇറങ്ങി ആ മുറി മൊത്തം ദൈവത്തിൻ്റെ പ്രസൻസുമായിട്ട് നിറഞ്ഞിട്ട് അതിൽ കൂടെ ദൈവം സംസാരിച്ചു, ഗെറ്റ് കണക്റ്റഡ് വിത്ത് ജീസസ് കോൾസ്. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ജീസസ് കോൾസ് അവിടെ ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല. എനിക്കൊരു കണക്ഷനും ഇല്ലായിരുന്നു അത് സംബന്ധമായിട്ടുള്ളത്. പക്ഷെ ദൈവം സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ദൈവം ഉടൻ സംസാരിക്കാൻ തുടങ്ങി. ഒരാഴ്ച ഇങ്ങനെ ഈ കാര്യം നീണ്ടു നിന്നു. അങ്ങനെ പിന്നെ ഞാൻ അന്വേഷിച്ചു അവിടെ പോകാൻ തുടങ്ങി. ഡൽഹി നാഷണൽ പ്രെയർ ടവറിൽ പോയി. അതൊരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നാഷണൽ പ്രെയർ ടവറിൽ നടന്നത്. പിന്നെ വന്നിവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഇപ്പം കഴിയുന്നു. എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞ എൻ്റെ MSc നഴ്സിംഗ് ഞാൻ ചെയ്തു. എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഈസി അല്ലായിരുന്നു. ചൈൽഡ്ഹുഡ് ഒത്തിരി ടഫായിരുന്നു. ബിക്കോസ് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ മമ്മി മരിച്ചുപോയി. പുള്ളിക്കാരിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് വെളിയിൽ വരുന്നത് മമ്മിയുടെ ഡെഡ് ബോഡി ആയിരുന്നു. അത് അനസ്തീഷ്യ ഓവർഡോസ് ആയിരുന്നെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് 4 വയസ്സും എനിക്കൊരു ആങ്ങള ഉണ്ടായിരുന്നു. അവന് 7 മാസമേ ഉള്ളൂ മമ്മി മരിക്കുമ്പോൾ. പിന്നെ വല്യമ്മച്ചി വളർത്തി. പക്ഷെ വല്യമ്മച്ചി വളർത്തുന്ന സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അമ്മച്ചി രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കും. മമ്മി മരിച്ചപ്പോൾ അമ്മച്ചി വന്നു ഞങ്ങളെ നോക്കാൻ. അമ്മച്ചി രാത്രി മൊത്തം ഇരുന്ന്, പുള്ളിക്കാരി എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ എൻ്റെ ഉടയ തമ്പുരാനെ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സീൻസ് രാത്രി ഉറക്കം എപ്പോൾ ഉണരുന്നോ കാണുന്നത്. അങ്ങനെ ആ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഞാൻ ഫീൽ ആകുന്ന എനിക്കത് ഇമ്പാർട്ടേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആയിരുന്നു ചെറുപ്പകാലങ്ങൾ. പിന്നെ പപ്പ മമ്മിച്ചിക്ക് സിക്കാവാൻ തുടങ്ങിയപ്പം പപ്പ റീമാരിഡ്. അതിൽ നിന്ന് ഞങ്ങൾ അവർ രണ്ടും അങ്ങനെ 4 പിള്ളേരുണ്ട്. പിന്നെ പപ്പായും മരിച്ചു കഴിഞ്ഞുള്ള സമയം അതൊരു ഒത്തിരി ടഫായിരുന്നു. ഒത്തിരി ടഫ് സമയമായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. എനിക്ക് റോഡിൻ്റെ മധ്യ നിൽക്കുവാണ്. റൈറ്റിലോട്ട് പോകണോ ലെഫ്റ്റിലോട്ട് പോകണോ ഏത് സൈഡിലോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുവാണ്. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ആരോടെങ്കിലും ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ല. ആ സമയം ഉണ്ടായിരുന്നത് ഒൺലി ദാറ്റ് അൺനോൺ പവർ, ആ ഒരു അറിയാൻ വയ്യാത്ത ഒരു പവർ. അമ്മച്ചി രാത്രി ഇരുന്ന് ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അൺനോൺ പവറിനോട് ഞാനും സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എങ്ങനെ പോകണം എവിടെ പോകണമെന്നും അറിയത്തില്ല. ഞങ്ങൾ യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. റെഗുലർ സൺഡേ സ്കൂൾ, റെഗുലർ ചർച്ചസ്. പപ്പ ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു ആ കാര്യങ്ങൾക്കെല്ലാം. അന്നേരം അതെല്ലാം വളരെ റെഗുലർ ആയിരുന്നു. പക്ഷെ അന്നൊന്നും വചനം പഠിച്ചിട്ടില്ല. അവിടുത്തെ നമ്മുടെ ബൈബിൾ മായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ റീഡിക്കും, അതാണ് പ്രാർത്ഥന. പക്ഷേ ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതൊന്നും അവിടെ പഠിച്ചിട്ടില്ല. പക്ഷെ ഓഫ് കോഴ്സ് ആ ഒരു ദൈവമായിട്ടുള്ള ഒരു ക്ലോസ്നെസ് ഭയങ്കര. അവിടെയൊക്കെ നോക്കിയാൽ അവർ ഒത്തിരി ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ ട്രഡീഷണൽ വാല്യൂസിന് അവർ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവർ അത് ഫുള്ളി ഫോളോ ചെയ്യുന്നു. പക്ഷെ ഒരു ലാക്കിങ് എന്തായിരുന്നു വെച്ചാൽ വേർഡ് ഓഫ് ഗോഡിലോട്ട് അവർ വരുന്നില്ല. വേർഡ് ഓഫ് ഗോഡ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവം എന്തോ ആക്ച്വൽ എന്തോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ഇങ്ങനത്തെ പ്രയാസങ്ങൾ വന്നു കയറിയപ്പോൾ ആ ദൈവത്തോടടുക്കാനും വചനം തന്നെ വായിക്കാനും
ദൈവം തന്നെ സംസാരിക്കുവാനും സൺഡേ സ്കൂളിൽ പോകുമ്പം മെമ്മറി വേഴ്സ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചില വചനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാണാപ്പണം പഠിച്ച മെമ്മറി വേഴ്സ് കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ്, അതിൽ നിന്ന് പ്രൈസ് കിട്ടണം, എന്തോ ആ കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്തു. അങ്ങനെ സ്വയം ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവമായിട്ട് ഒരു അടുപ്പം വരാൻ തുടങ്ങി. പക്ഷെ അതല്ലാതെ ഫെലോഷിപ്സ് ഒന്നുമില്ല. പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എഡ്യൂക്കേഷൻ സംബന്ധിച്ച് 10th 12th ഒക്കെ ചെയ്യുന്ന സമയങ്ങൾ ഒത്തിരി ടഫായിരുന്നു. പക്ഷെ ദൈവം അവിടെ നിന്നൊക്കെ നടത്തി. ഓരോ എക്സാംസിന്റെ മുന്നിൽ റിസൾട്ട് വരുന്നിടം വരെ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും ദൈവത്തോട്. റിസൾട്ട് വരുമ്പോൾ അതിശയിക്കപ്പെട്ട് എങ്ങനെ ഇവിടുന്ന് ഫസ്റ്റ് ഡിവിഷൻ കിട്ടി അറിയത്തില്ല. ഇന്നും അത് അത്ഭുതമാണ് അതൊക്കെ ചിന്തിക്കുമ്പോൾ. പിന്നെ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് വന്നു, അത് നോക്കി അയച്ചു. ആ സമയത്ത് നഴ്സിംഗ് എൻ്റെ മെയിൻ ആഗ്രഹം അല്ലായിരുന്നു. എൻ്റെ ആഗ്രഹം വേറെയായിരുന്നു. പക്ഷെ എസ്കേപ്പിംഗ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ഓടുക, ആ സാഹചര്യത്തിൽ നിന്ന്, അതായിരുന്നു എൻ്റെ മുന്നിൽ നിന്ന ഒരു മെയിൻ ഇത്. അന്നേരം നഴ്സിംഗിന് വേണ്ടിയുള്ള ഫോംസ് ന്യൂസ് പേപ്പറിൽ അന്ന് അഡ്വർടൈസ്മെന്റ് വരുന്നത്. അന്ന് നമ്മുടെ ഇതൊന്നുമല്ല. അതിൽ നിന്ന് അവിടെ ഇവിടെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഇൻഡോർ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അന്നെന്ന് പറഞ്ഞ MP മധ്യപ്രദേശ്, ഇതെല്ലാം ഒരു രാജ്യമാണ്. ആ കംപ്ലീറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് ഇത് പോകുന്നത്. അത് വെറും 25 സീറ്റ്സേ ഉള്ളൂ കംപ്ലീറ്റ് MP-യിലൊക്കെ. വെറും 25 സീറ്റ്സ്. അതിലും 17 ജനറൽ കാറ്റഗറിക്കുള്ളൂ. ബാക്കി 2 സീറ്റ്സ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന് പോകും. ബാക്കി സീറ്റ്സ് SC ST OBC അങ്ങനെ മാറും. അങ്ങനെ നമുക്ക് ജനറലിനുള്ള വെറും 17 വേക്കൻസീസേ ഉള്ളൂ. അന്നേരം ഒത്തിരിയും പിള്ളേരോട് അതിൽ നിന്ന് ഒരു മെമ്പർ എനിക്കും ആകാൻ പറ്റി. ആ ഭാഗ്യം ദൈവം തന്നു. അവിടെ വെച്ച് ആ നഴ്സിംഗ് കോളേജിൽ ചെന്ന് കഴിഞ്ഞ പിന്നെ ആത്മീകമായിട്ടുള്ള പല ചേഞ്ചസ് വരാൻ തുടങ്ങിയത്. അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ 2 അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഐദർ നമുക്ക് ദൈവത്തോട് അടുത്തുള്ള ജീവിതം ഉണ്ട്, സെക്കൻഡ് നമ്മുടെ ഓൺ ലൈഫായിട്ടുള്ള ജീവിതമുണ്ട്. രണ്ടും ഉണ്ട്. ചോയ്സ് നമ്മുടെ ആയിരുന്നു. ആ സമയത്ത് എവറി ഡേ അവിടെ വൈകിട്ട് എല്ലാ ബാച്ചസും അവരവരുടെ ആയ കൊച്ചു കൊച്ചു പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്. അന്നേരം ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആകുമ്പം ഞങ്ങളുടെ 4th ഇയേഴ്സ് അല്ലെ 3rd ഇയേഴ്സ് ആണ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. റാഗിങ്ങും ഒരു സ്ഥലത്തുണ്ട്, ഒരു സ്ഥലത്ത് കെയറിങ്ങും ഉണ്ട്. അന്നേരം ഞാൻ ആ സ്പിരിച്വൽ ആസ്പെക്റ്റാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ അവിടുത്തെ ബൈബിൾ സ്റ്റഡി, പ്രാർത്ഥന അങ്ങനെ പോകുന്നു. അങ്ങനെ പെയ്യെ ചില ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി. അതിലോട്ടൊരു കൊച്ചു ഡിസിപ്ലിൻസ് ഒക്കെ വരാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരു ഇവാഞ്ചലിക്കൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് EU എന്ന് പറഞ്ഞ ഇന്റർ ഡിനോമിനേഷൻ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് അവിടെ. അതിൻ്റെ ഒരു റൂം അവർ ഇങ്ങനെ മീറ്റിങ്സിന് വേണ്ടി അലൗ ചെയ്തിരിക്കുന്നതാണ്. അന്നേരം അവിടെ വെച്ച് എല്ലാ സൺഡേയും വൈകിട്ട് 4 to 6 PM മീറ്റിങ്സ് ഉണ്ട്. അന്നേരം ആ മീറ്റിങ്സിന് ഞാനും പോകുമായിരുന്നു. അവിടെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ മിണ്ടാതെ പുറകിൽ പോയിരിക്കും. ജസ്റ്റ് എങ്ങനെ കഴിയുന്നു ഇറങ്ങി തിരിച്ചോടും. അങ്ങനെ വെരി ഇൻട്രോവേർട്ടായിരുന്നു. ബിക്കോസ് സാഹചര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. ആരോട് സംസാരിക്കാനും ഒക്കെ ഒത്തിരി പേടിയുള്ള ഒരു നേച്ചർ. പക്ഷെ ആ EU മീറ്റിങ്ങിൽ പോകാൻ നേരം അവിടെ വരുന്ന പല കോളേജസിലെ സ്റ്റുഡൻസാണ് വരുന്നത്. നാഗാലാൻഡിൽ നിന്നുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു. മീൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു പുള്ളിക്കാരനോട് വരും. പുള്ളിക്കാരൻ എങ്ങനെയോ എന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങളുടെ ഒരു സീനിയറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന ആള് അവളുടെ അകത്ത് സം ഹിഡൻ ടാലൻസ് ഉണ്ട്, പക്ഷെ പുള്ളിക്കാരിയെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കണം വെളിയിൽ. സോ നീ അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ അന്ന് വൈകിട്ട് ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സീനിയർ എന്നെ വിളിച്ചു. പുള്ളിക്കാരുടെ മുറി കൊണ്ടുപോയി. അന്നൊരു കൊച്ചു ബൈബിൾ എൻ്റെ കയ്യിലുള്ളൂ, വലിയ ബൈബിളൊന്നുമില്ല. എന്നെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആർ യു ബോൺ അഗെയിൻ? ഒരു ബോൺ അഗെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും അറിയത്തില്ല, കേട്ടിട്ടുണ്ട്, പക്ഷെ എന്തുവാ സംഗതി എന്നൊന്നും അറിയത്തില്ല. ബട്ട് ഞാൻ പറഞ്ഞു അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കും, ദൈവമായിട്ടൊരു മീൻസ് എന്താ പറയുന്നത്, ഹി വാസ് മൈ എവറിത്തിങ്.
ആ എന്തും എനിക്ക് അവിടെ ചെന്ന് പറയാം. അതിന് ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും സ്ഥലങ്ങളില്ലായിരുന്നു. അത് വാക്കിംഗ് ആയിരിക്കും, കുളിക്കുമ്പോഴായിരിക്കും, ഏത് സമയങ്ങളെ വെരി ഓപ്പർച്യൂണിറ്റി. അതല്ലാതെ അങ്ങനെ ഒരു കാര്യം അറിയത്തില്ല. അന്ന് പിന്നെ സീനിയർ എന്നെ ഒരു സാംസ്, എനിക്കൊന്നും ഓർമ്മയില്ലാതെ എന്തുവായിരുന്നു എന്നൊക്കെ, ഒരു സാംസ് എന്നെ കൊണ്ട് വായിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മുട്ടുകാലയിലിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എന്നോട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനത് റിപ്പീറ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ സാൽവേഷൻ എക്സ്പീരിയൻസ്. അങ്ങനെ നടന്നതും അതറിയത്തില്ലായിരുന്നു. പക്ഷെ വൺ തിങ് ഹാപ്പൻഡ്. ദൈവഭയം ഉള്ളിലുണ്ടായിരുന്നു, ദൈവത്തോട് സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ വായും കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിക്കണം എന്നുള്ള ആ ബൈബിൾ വചനം പൂർത്തിയായിട്ടില്ലായിരുന്നു. പക്ഷെ അത് പെർഹാപ്സ് ആ ഇതിൽ കൂടെ പൂർത്തിയായി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ മീറ്റിംഗ്സിൽ കണ്ടിന്യൂസ് പോകാൻ തുടങ്ങി. അതിൽ കൂടെ കുറെ വളരാൻ തുടങ്ങി. പിന്നെ അവിടെ തന്നെ എൻ്റെ കമ്മിറ്റി മെമ്പറായി, സെക്രട്ടറി ആയി. അങ്ങനെ ഒരു ആക്റ്റീവ് ഇതായിട്ട് അവിടെ ഇത് മീൻസ് വളരാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞു, ജോലിയായി. ഹിന്ദുജ ഹോസ്പിറ്റൽ ബോംബെയിൽ ജോലി ചെയ്തു. അന്നേരം അവിടെ എന്തോ ഒരു ഫ്ലോയാണ്, എല്ലാ പിള്ളേരും ഓടുന്നു വെളിപ്പാണ്. മലയാളികളെ മാക്സിമം എല്ലാവരും ഓടുന്നു വെളിയിൽ പോകാൻ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ. അതായത് ഫോളോ ദ ക്രൗഡ്, ആ ക്രൗഡിൻ്റെ കൂടെ ഫോളോ ചെയ്യുക, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറായി. എല്ലാവരും ചെയ്തു, ഞാനും പോയി ഇൻ്റർവ്യൂ കൊടുത്തു, എല്ലാം ചെയ്തു. അങ്ങനെ സെലക്റ്റഡ് ആയി കഴിഞ്ഞ എന്താ പോയി നോക്കണം, അന്വേഷിക്കണം, അങ്ങനെയുള്ള രീതിയിൽ വെളി പോകുന്നു. എന്നിട്ട് ഇതിൻ്റെ പീരീഡിൽ പപ്പ സിക്കാകുന്നു, ബെഡ് റിഡൺ ആയി കിടക്കുന്നു. പിന്നെ പപ്പ മരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു. ഇത് ഞാൻ സൗദി പോയതിന് മുന്നേ സിക്കായി കഴിഞ്ഞ് ബെഡ് റിഡൺ ആയി കിടന്നു. പിന്നെ പുള്ളി മരിക്കുന്നു, ഞാൻ വെളിയിൽ പോകുന്നു. അന്നൊക്കെ ഈ അന്യഭാഷ എന്തുവാ, സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്തോ ഒന്നും അറിയത്തില്ല. അത് അങ്ങനെ ഒരു അനുഭവമില്ല. ഞങ്ങൾ ആ ഇവാഞ്ചലിക്കൽ യൂണിയൻ ആ സ്റ്റുഡൻസ് മീറ്റിൽ പോകുമ്പോൾ ഇതൊന്നും അവിടെ ഇല്ല. അവിടെ ജസ്റ്റ് ദ ഫോക്കസ്ഡ് ഓൺ ബൈബിൾ വായിക്കുക, അതിൻ്റെ കുറിച്ച് ഒരു ബൈബിൾ എക്സോട്ടേഷൻ, ദറ്റ് വാസ് ഓൾ. ഒരു സ്റ്റുഡൻറ് ലെവലിലുള്ള കാര്യങ്ങൾ, അല്ലാതെ ഇതൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ ആയപ്പോൾ സൗദി പോയ സമയത്താണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ പാത്തും പതുകയും ഉള്ള പ്രെയർ മീറ്റിംഗ്സ് ഉണ്ട്. ഞങ്ങൾക്ക് അന്ന് അക്കോമഡേഷൻസിൻ്റെ അകത്ത്. അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി TPM ചർച്ചുകാരിയായിരുന്നു. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്ത്, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. അന്നേരം ആ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 5 പേര്, അന്ന് ഇതായിരുന്നു, അന്ന് പാസ്റ്റർ ഓർമ്മയുണ്ടെങ്കിൽ സ്കൈ ലാബ് എന്നും പറഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്പേസ് സ്റ്റേഷൻ നാസ സെൻഡ് ചെയ്ത് അവിടെ സയന്റിഫിക് റിസർച്ചസ് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ സ്പേസ് സ്റ്റേഷൻ സ്കൈ ലാബ്, അത് അവിടുന്ന് ഡിറ്റാച്ചായി അറ്റ്മോസ്ഫിയറിൽ വന്നു. അന്നേരം അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്, ഓർബിറ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നടക്കുക. അതേത് സമയം എവിടെ വേണമെങ്കിലും വീഴാം. ഇവിടെ വീഴുന്നു, അവിടെ നശിച്ചു. ആ കംപ്ലീറ്റ് സ്റ്റേറ്റ് മൊത്തം പോകും, അത്ര വൈഡ് ഏരിയ. അന്നേരം അത് അന്ന് എപ്പോഴും ഇങ്ങനെ ന്യൂസിലെല്ലാം ഇതാണ്, ആരും ഒറ്റയ്ക്ക് ഇരിക്കില്ല. അന്നേരം ഞങ്ങൾക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഞങ്ങളന്ന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസാണ്. ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, ഒറ്റയ്ക്ക് ആരും ഇരിക്കില്ല, മിക്കവാറും ദിവസങ്ങളിൽ കോളേജസ് കാണത്തില്ല, ഹോസ്റ്റൽസിലാണ്. എന്നിട്ട് ഞങ്ങൾ 5 ഫ്രണ്ട്സ്, ഞാനും എൻ്റെ റൂംമേറ്റും എൻ്റെ വേറെ 2 റൂംമേറ്റ്സും വേറെ ഒരു കൊച്ചും, ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഒരു ദിവസം ഞങ്ങളുടെ മുറിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഈ സ്കൈലാബ് മെയിൻ ഫോക്കസ് ഓഫ് കോൺവെർസേഷൻ എന്നു പറഞ്ഞാൽ ഈ സ്കൈലാബാ. എല്ലാവരുടെ ഉള്ളിൽ പേടി, ഭയം, ഇവിടെ വീഴും. അന്നൊക്കെ ആ സമയങ്ങളിൽ ഞങ്ങളുടെ ഇൻഡോർ ആ ഏരിയയുടെ മുന്നിലാണ് അതിങ്ങനെ കറങ്ങുന്നത്. അന്നേരം എല്ലാവരുടെ ഉള്ളിൽ ആ ഭയങ്കര പേടിയാണ്, മൊത്തം ആരെയും നോക്കിയാലും ഭയമാണ്. എന്നിട്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ ഒരാൾ ബ്രദറൻകാരിയാണ്, ഞങ്ങൾ 2 പേരും യാക്കോബക്കാരാ, ഒരാൾ കാത്തോലിക്കയാ, ഒരാൾ മർത്തോവ. അന്നേരം ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു, ഇന്ന് ഈ സ്കൈലാബ് ഇവിടെ വീണാൽ ഇവിടെ എല്ലാം നശിക്കും, അന്ന് ആരെങ്കിലും സ്വർഗത്തിൽ പോകുമോ? അങ്ങനൊരു ഇതവിടെ വന്നുണ്ട്. ഞങ്ങളുടെ ഈ ബ്രദറൻ ചർച്ചിൽ പോകുന്ന
ഫ്രണ്ട് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ഞാൻ പോകും എന്നും പറഞ്ഞു, ഐ വിൽ ഗോ എന്നും പറഞ്ഞു. ഇതിനകത്ത് ഞങ്ങൾ 2 ഓർത്തഡോക്സ്കാരുടെ മുന്നിൽ ഒരു ഇത് കയറി. ഇത് എങ്ങനെ, ഹൗ പുള്ളിക്കാരിക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് യെസ് ഐ വിൽ ഗോ ടു ഹെവൻ. പിന്നെ ഇച്ചിരി കണ്ടുകൊണ്ട് മർത്തോമാക്കാരി അതിനോട് അത്രയും എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഒരു എക്സൈറ്റ്മെന്റ് വന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഇത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു, ഇതെന്തുവാ. അങ്ങനെ ഉള്ളിൽ ഒരു ഇത് കയറി, എന്തുവാ അറിയണം ഇവര്, വൈ ദേ ആർ ഫിയർലെസ്. അവർക്ക് കൈലാവ് വീഴുന്നു, മരണം വരുന്നു എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടും അവരുടെ ഉള്ളിൽ ഫിയർ ഇല്ല. ബാക്കി ഹോൾ കമ്മ്യൂണിറ്റി ഒത്തിരി ഫിയർ നടക്കുന്ന സമയത്ത് ഇവർക്ക് എന്തുകൊണ്ട് ഫിയർ ഇല്ല. അങ്ങനെ ഉള്ളിൽ ഒരു ഇത് കയറി, ഇത് അന്വേഷിക്കണം, ഇതറിയണം. പക്ഷെ ആരോടും ചോദിക്കാൻ മടിയാ. അന്ന് അങ്ങനത്തെ ഉള്ളൊരു നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. പക്ഷെ ഉള്ളിൽ ഇത് കയറി ഇതറിയണം. അങ്ങനെയാണ് ഈ കൂടുതൽ ബൈബിൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം കയറുന്നത്. ആ സമയത്താണ് ദ ഫിയർ ഓഫ് ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. ആ വചനങ്ങളൊക്കെ അകത്ത് കയറുന്നതും എന്തുവാ സത്യം, വാട്ട് ഈസ് ഹെവൻ, വാട്ട് ഈസ് ഹെൽ, അതൊരു റിയാലിറ്റി ആണോ എന്നൊക്കെ അറിയേണ്ട കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ കയറി. ഇതിങ്ങനെ കിടക്കുക. അങ്ങനെ പഠിത്തങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞു പിന്നെ ഈ വെളിയിൽ പോകുന്ന സമയത്ത് അവിടെ ചെന്നുകൊണ്ട് അഗെയിൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ഒരു TPM ചർച്ചിലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയങ്കര അന്യഭാഷയാണ്. അന്ന് വരെ എനിക്ക് അന്യഭാഷ എന്തെന്തോന്നൊന്നും അറിയത്തില്ല. ഭയങ്കര അന്യഭാഷ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനത്തെ ഫീലിങ്സ് ഇങ്ങനായിരുന്നു. അതെങ്ങോട്ടൊന്ന് ഹിറ്റ് ചെയ്ത് കയറുന്നു. ഞാൻ പേഴ്സണലി അനുഭവിച്ച ഫീലിംഗ്, ആ പുള്ളി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങോട്ടൊന്ന് ഹിറ്റ് ചെയ്ത് കയറുന്നു. ഒരു വലിയ കട്ടിയായ എന്താ പറയുന്ന വാൾ, അത് പിയേഴ്സ് ചെയ്ത് എങ്ങോട്ട് ചെന്ന് കയറുന്നു. അങ്ങനെ ഇത് പല പ്രാവശ്യം ഈ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അനുഭവം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായി, എനിക്കിത് വേണം, ഇതെന്തോ സാധനമാണ്, ഇതെനിക്ക് വേണം എന്നുള്ള ആഗ്രഹം കയറി. അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ നീ റേച്ചലിന് കൊടുത്തിരിക്കുന്ന ഈ സാധനം എന്തുവാ എനിക്കറിയത്തില്ല, എനിക്ക് വേണം. കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരു ഡിസിഷൻ എടുത്തു, ഞാൻ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ ചെയ്യാൻ പോകും. നീ എന്ന് വരെ എനിക്കത് തരത്തില്ല, ഞാൻ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തോടുള്ള ഒരു എന്താ പറയുക നിർബന്ധം ഞാൻ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ എടുക്കാൻ തുടങ്ങി. 9 days ഫുൾ ഡേ ഫാസ്റ്റിംഗ് ചെയ്തു. 9th day ഞാൻ അവിടെ ഹോസ്റ്റലാണല്ലോ, ഒത്തിരി ചേച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അന്നേരം ഒരു ചേച്ചി, വിശ്വാസി ചേച്ചി കയറി വന്നു. എന്നിട്ട് ഓൾറെഡി ലില്ലി കൊച്ചെ നീ എന്തോ ചെയ്യുവാ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല ചേച്ചി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ 2 പേരോട് പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ആ ചേച്ചിയിൽ കൂടെ ദൈവാത്മാവ് സംസാരിച്ചു, നീ എത്ര ചെയ്താലും ഞാൻ അതൊക്കെ തരാൻ പോകുന്നില്ല, എന്ന് വരെ നീ എൻ്റെ കൽപ്പന അനുസരിക്കത്തില്ല, ഞാനത് നിനക്ക് തരാൻ പോകുന്നില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പുള്ളിക്കാരി ചോദിച്ചു, നീ എന്തോ അടി പ്രാർത്ഥിക്കുന്നത്, എന്തോ ഇത്? ഞാൻ മിണ്ടാതിരുന്നു. എനിക്കറിയത്തില്ല, ദൈവം എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ ദൈവം ഇങ്ങനെ കാണിക്കുന്നു, എന്തോ നീ ചോദിക്കുന്നത്? ഞാൻ പയ്യെ പറഞ്ഞു, ചേച്ചി ഇങ്ങനാ. അന്നേരം ദൈവം പറഞ്ഞത്, നീ എൻ്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ തരത്തില്ല. അന്നേരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കെയിം, ഈ കൽപ്പന എന്തുവാ? അതറിയത്തില്ല. അതിനായപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേച്ചി എന്തോ ചേച്ചിയും ഓർത്തഡോക്സിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന ആളാണ്. അതിനോട് നിന്നോടല്ലേ പറഞ്ഞു, നീ പ്രാർത്ഥിയില്ല, എനിക്കറിയില്ല, നീ ചോദിച്ചിട്ട് നിന്നോട് പറയും. അങ്ങനെ ഞാൻ പിന്നെ അതിങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുമായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ഹാഫ് എഴുന്നേറ്റു, ആഹാരം കഴിച്ചു, പിന്നെ കിടന്നു. പിന്നെ സെക്കൻഡ് ഉറക്കത്തിന് വേണ്ടി ആ ഉറക്കത്തിൽ ദൈവം എന്നെ ബെഡിൽ നിന്ന് പൊക്കിയെടുത്തു. മീൻസ് ആരോ ഇങ്ങനെ എന്നെ പൊക്കി, ഒരു കൈ എന്നെ പൊക്കിയെടുത്ത് എന്നെ ബെഡിൽ ഇരുത്തിയിട്ട് എന്നോട് ബൈബിൾ എടുക്കാൻ പറഞ്ഞിട്ട് ബൈബിളിലേക്ക് തുറപ്പിച്ചത് യോഹന്നാൻ സ്നാപകത്തിന്റെ കയ്യിൽ നിന്ന് യേശു സ്നാനപ്പെടുന്ന പോർഷൻ. ആ പോർഷൻ എന്നെ കൊണ്ട് വായിപ്പിച്ചു. ആ സമയം എന്ന് പറഞ്ഞ പാസ്റ്റർ എനിക്ക്
എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എൻ്റെ തലയെല്ലാം പെരുത്തങ്ങ് കയറി, ശരീരം മൊത്തം അങ്ങ് എനിക്കറിയത്തില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. അങ്ങനായിരുന്നു. അത് പിന്നെ എൻ്റെ ഇങ്ങനെ ഇങ്ങനെ എന്നെ ഇങ്ങനെ തല ഇങ്ങനെ പൊക്കി എന്നെ കൊണ്ട് ബൈബിളിൻ്റെ അകത്ത് കയറ്റി എന്നെ കൊണ്ട് ഇത് വായിപ്പിച്ച് എൻ്റെ ഉള്ളിൽ കയറ്റി. പിന്നെ ഞാൻ ആ ചേച്ചിയുടെ പോയി, ചേച്ചി ഇതെന്തോ ചേച്ചി പറഞ്ഞു, ഇത് ക്ലിയറാ. യേശു യോഹന്നാൻ സ്നാപകത്തിന്റെ കയ്യിൽ നിന്ന് സ്നാനം എടുക്കുന്നു. സോ നിന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നീ ആ സ്നാനപ്പെടണം. അന്ന് വരെ ആരും ഇതിന്റെ ഒന്നും ഇമ്പോർട്ടൻസ് ആരും പറഞ്ഞു തന്നിട്ടില്ല. അതിന് നീ സ്നാനപ്പെടണം, അതാണെന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ നടക്കും? സ്ട്രോങ് ഓർത്തഡോക്സ് ഫാമിലി. അപ്പം കല്യാണം കഴിഞ്ഞത് ഒരു കാത്തലിക് ഫാമിലിയിൽ അതും ദൈവം സയൻസ് ആയിട്ട് കൺഫേം ചെയ്തു. ഞാൻ അന്നേരം എനിക്ക് ഇത്രേ അറിയായിരുന്നു, നോ ഐ ഷുഡ് മാരി ഓൺലി ബിലീവർ, ഇത്രേ അറിയായിരുന്നു. പക്ഷെ എൻ്റെ സാഹചര്യം അനുസരിച്ച് എനിക്ക് കല്യാണം നടക്കത്തില്ല. ഇത് എൻ്റെ റിലേറ്റീവ്സ് അവരെല്ലാമായിട്ടുള്ള ഇതിൽ എനിക്കാരും ചെറുക്കം തരത്തില്ല. ബിക്കോസ് എൻ്റെ ഫാമിലി കണ്ടീഷൻസ് ഇങ്ങനെയാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഏത് മാരേജ് ആലോചനകൾ വന്നാലും നമുക്കൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ആലോചനകളായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഞാൻ പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സ് എൻ്റെ റിലേറ്റീവ്സിൻ്റെ മേളിൽ പ്രഷർ ഇടാൻ തുടങ്ങി. അവർക്കും പ്രായമായി, നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് നടത്തും, നിങ്ങളുടെ ലാസ്റ്റ് വേർഡ് നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് ഞങ്ങൾ അന്വേഷിച്ച് നടത്തിക്കണം. അവർക്കും പ്രായമുള്ള കൂടെയുള്ള എല്ലാവരുടെയും കല്യാണങ്ങൾ നടക്കുന്നു. ആ സമയങ്ങൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുമായിരുന്നു. പക്ഷെ ഞാനൊരു കല്യാണം എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ ബ്രദർ ഇച്ചിരി വീക്കായിരുന്നു. പിന്നെ എൻ്റെ ഇളയ സിബ്ലിങ്സ് അവരെ പഠിപ്പിച്ചൊരു നിലയാക്കണം. സോ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, ഈ ഇളയത്തുങ്ങളെ സെറ്റിലാക്കണം, അവന് വേണ്ടി ജീവിക്കണം. ഇതായിരുന്നു എൻ്റെ മനസ്സിലല്ലോ. കല്യാണമൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഐ വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ്. പക്ഷെ ഇങ്ങനൊരു പ്രഷർ വന്നോണ്ടേ ഒരു ആലോചന ഒരു 4 വർഷമായിട്ട് വരും പോകും ഇങ്ങനെ നിൽക്കുക. ഞാൻ ടോട്ടലി റെഫ്യൂസ് ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെയും ഒരു ഫോഴ്സ് ആയിട്ട് ഇത് വന്നോണ്ടേ ഓക്കെ ഇത്രയും ഫോഴ്സ് ചെയ്യുവാണല്ലോ, ഒന്ന് കണ്ടേക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡു യു നോ അബൌട്ട് മൈ ബാക്ക്ഗ്രൗണ്ട്? പുള്ളിക്കാരൻ വാസ് ഫ്രം എ സെറ്റിൽ ഫാമിലി, ലൈക്ക് ഫാദർ മദർ, 2 ബ്രദേഴ്സേ ഉള്ളൂ. പുള്ളിക്കാരൻ DSP ജോലി ചെയ്യുന്നു. ബ്രദർ സ്കൂളിൽ ജോലി ചെയ്യുന്നു. സോ അവിടെ ഇതൊന്നുമില്ല. എന്നിട്ട് ഞാൻ പുള്ളിയുടെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ആദ്യം ഇതെന്ന്, ഡു യു നോ അബൌട്ട് മൈ ബാക്ക്ഗ്രൗണ്ട്? ഒന്നും ഭയങ്കര ഒരു അഹങ്കാരി പോലെ സംസാരിച്ചതും. പക്ഷേ അറിയില്ല, ഞാൻ ഓപ്പണായിട്ട് എൻ്റെ ഓരോ സാഹചര്യങ്ങളും പുള്ളിയുടെ മുന്നിൽ തുറന്നു വെച്ചു. ആൻഡ് പുള്ളിക്ക് അതറിയത്തില്ല, ഹൗ ഹി ലൈക്ഡ് ഇറ്റ് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സ്പിരിച്വൽ സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു വന്നേ. അന്നേരം ആ ചേച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചു, ലില്ലി നിന്റെ എന്തോ തീരുമാനം പറയണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇത്ര എളുപ്പം പറയാൻ പറ്റത്തില്ല. വൈ? ഞാൻ പറഞ്ഞു, എനിക്ക് 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ എടുത്ത്, ഇതെൻ്റെ ലൈഫിലൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ വേണം. ദൈവം എന്നോട് പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് സ്റ്റെപ്പ് വെക്കത്തുള്ളൂ. അങ്ങനെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എല്ലാ ഫ്രൈഡേയും പുള്ളിക്കാരുടെ വീട്ടിൽ പുള്ളിക്കാരി പോട്ട ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി നല്ലൊരു അവരുടെ വീട്ടിൽ എല്ലാ ഫ്രൈഡേയും വലിയൊരു മീറ്റിംഗ് നടക്കുമായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ നീ ഫാസ്റ്റിംഗ് എടുക്കുക, തേഴ്സ്ഡേ ബ്രേക്ക് ചെയ്യുക, ഫ്രൈഡേ നീ വാ. അന്നത്തെ മീറ്റിംഗ് ഞാൻ അനൗൺസ് ചെയ്യത്തില്ല, ബട്ട് ദാറ്റ് മീറ്റിംഗ് നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. മീൻ വൈൽ ചേച്ചി പുള്ളിക്കാരനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരാളെ കിട്ടത്തില്ല, ഇങ്ങനെ ദൈവത്തോട് ചോദിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെമ്പിള്ളാരെ ഇന്ന് കിട്ടത്തില്ല, അതുകൊണ്ട് നീ ചിന്തിച്ചോ. ഞാൻ 3 ദിവസം ഉപവാസം എടുത്തു. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ ഇത്തിരി ഇതല്ലാക്കി ഞാൻ നിന്നോട് പറയാം, നീ എന്നോട് സംസാരിക്കണം. പക്ഷെ ഞാൻ 3 സൈൻസ് വാങ്ങിച്ചു ദൈവത്തോട്. ഇത് നീ കൊണ്ടുവരുന്ന വിവാഹമാണോ, നിന്നിൽ നിന്ന് ഉള്ളതാണോ?
പക്ഷെ അതിന്റെ മുന്നേ ഒരു ആലോചന വന്നത്, ഞാനും ചെറുക്കനും പെണ്ണും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ചെറുക്കൻ്റെ ഫാദറിന്റെ മുന്നിൽ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് എൻ്റെ പപ്പയുടെ ബ്രദർ പറഞ്ഞുകൊണ്ടേ, പുള്ളിക്കാരൻ ഡാൻസർ ആയിരുന്നു. എൻ്റെ മകൻ അവൻ്റെ ഭാര്യയുടെ വീട്ടുകാരെ നോക്കാനുള്ളതല്ല എന്നും പറഞ്ഞു. അത് ഞങ്ങളെ ഒത്തിരി ബ്രേക്ക് ചെയ്തായിരുന്നു. ആ സമയം കഴിഞ്ഞായിരുന്നു ഞാൻ സിൻസിയർലി എൻ്റെ മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ എൻ്റെ ജീവിതത്തിൽ മാരേജ് ഉണ്ടെങ്കിൽ അത് നീ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നല്ലേ രണ്ട്, അതിൽ കൂടുതൽ ഒരു ആൺപിള്ളേരുടെ മുന്നിൽ ഞാൻ പോത്തില്ല എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു. ആ സമയത്താണ് ഈ ആലോചന വരെ 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു. 3 സൈൻസ് ഞാൻ വായിച്ചു. ഈ 3 ദിവസങ്ങളിൽ 2 സൈൻസ് ഫുൾഫില്ലായി. ഫ്രൈഡേ ഞാൻ അവിടെ പോയി. ഫ്രൈഡേ ആ 3rd സൈനും ദൈവം ഫുൾഫില്ലാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തു അവരുടെ വീട്ടിലോട്ട് പോകാനുള്ള. അന്നേരം എനിക്ക് ഭയങ്കര, ഞങ്ങളുടെ വീട്ടിൽ പപ്പായും സിക്കായി കിടന്ന് മരിച്ചതെല്ലാം, ഫൈനാൻഷ്യലി ഒന്നുമില്ല. സൗദിയിലെന്ന് പറഞ്ഞാൽ എല്ലാം ട്രീറ്റ്മെന്റിന് വേണ്ടി കയ്യിൽ ഒന്നുമില്ല. അന്നേരം ഞാൻ ഒത്തിരി പർട്ടിക്കുലർ ആയിരുന്നു, ഡവറി എന്നൊരു കാര്യം എങ്ങും വന്നേക്കല്ല, അങ്ങനെയുള്ളതൊന്നെങ്കിൽ ഫസ്റ്റ് നോ. പക്ഷെ അവിടെ എൻ്റെ വീട്ടുകാർ, ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഭയങ്കര ബഹളം ഞങ്ങളുടെ വീട്ടുകാരുടെ തമ്മിലുണ്ടായി. ഈ ഒരു എമൗണ്ട് ഡവറിയുടെ പറയാതെ അവർക്ക് പോകാൻ പറ്റില്ല, അവർക്ക് നാണം കേടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സ്നേഹിച്ചിടുന്ന ആളൊന്നുമല്ല, അവിടെ വല്ല പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ഇന്നോ എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ ലാസ്റ്റ് കുറെ കോൺവെർസേഷൻസ് എല്ലാം കണ്ടിട്ട് അവർ പോയി. അവിടെ ചെന്നുകൊണ്ട് എൻ്റെ ഫാദറിൽ നമ്മാശിമ മിണ്ടിയില്ല. ലാസ്റ്റ് എൻ്റെ പപ്പയുടെ ബ്രദർ പുള്ളിയെ മാറ്റി നിർത്തി ചോദിച്ചിട്ട് പറഞ്ഞു, എന്തുവാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തുവാ? ശ്രീധനം വന്നു. കൊച്ചാ ഞങ്ങളുടെ ശ്രീധനം. അതായിരുന്നു ആൻസർ. അങ്ങനെ ആ കല്യാണം മെറ്റീരിയലൈസ് ആകുമായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ അവർ ഈ റീത്ത് എന്ന് പറയുന്ന ആ കാത്തലിക് ഇതായിരുന്നു. പുള്ളിൽ നെഗറ്റിവിറ്റി പറയാനൊന്നുമില്ല. നോ അഡിക്ഷൻ, നോ, ഒരു നല്ല ക്യാരക്ടർ അല്ല, നല്ല എക്സാമ്പിൾഡ് ലൈഫ്, ബട്ട് എ വെരി സ്ട്രോങ് റിജിഡ് കാത്തലിക്. ആൻഡ് ഞാൻ വചനം വായിച്ച് തുടങ്ങി, സത്യങ്ങൾ വായിച്ച് അറിയാൻ തുടങ്ങിയോണ്ട് ഞാൻ എനിക്കതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതാകാൻ പറ്റുന്നില്ല. അതിൽ ഈ ബാപ്റ്റിസത്തിന്റെ കാര്യം വന്നോണ്ടേ എനിക്കറിയാം അത് നടക്കാൻ പോകുന്നില്ല, അത് പാടാ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തോട്, ദൈവമേ നീ ആണിത് പറഞ്ഞത്, സോ യു ഷുഡ് പ്രിപ്പയർ ദ പേഴ്സൺ, പ്ലേസ് ആൻഡ് ദ പേഴ്സൺ. എങ്ങനെ ഞാൻ ആരുടെ ഞാൻ ബാപ്റ്റിസം എടുക്കണം, നീ പറഞ്ഞു എനിക്ക് ചെയ്യണം. ഐ കമ്മിറ്റ് മൈസെൽഫ്, ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഐ എം റെഡി ടു ടേക്ക്. ബട്ട് നീ എല്ലാ സാഹചര്യങ്ങളും അറിയും. നീയാണ് എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയത്. നിന്നോട് ഞാൻ അടയാളം വെച്ച് പ്രാർത്ഥിച്ചു, നീ അത് ഫുൾഫിൽ ചെയ്തു. നീ എന്നെ അങ്ങനെ അവിടെ കൊണ്ടുപോയി. അന്നേരം നീ തന്നെ അത് ഇതും നീ ഒരുക്കി തരണം. നിനക്കറിയാം അവിടെ ആ വീട്ടിലെ സ്ഥിതി അനുസരിച്ച് എനിക്ക് അവിടുന്ന് ബാപ്റ്റിസം എടുക്കാനുള്ള എനിക്കിത് കിട്ടത്തില്ല. ഇറ്റ് വിൽ നെവർ ബി പോസിബിൾ. So you should prepare the person, place at the person for me ബാപ്റ്റിസം എടുക്കാൻ വേണ്ടി. ഞാൻ ബിലായിൽ വന്ന് ജോലി മീൻവൈൽ റിസൈൻ ചെയ്തു. ബിലായി വന്ന സമയത്ത് ഞാൻ 5-6 പാസ്റ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു, എന്നെ രഹസ്യമായിട്ട് എനിക്ക് ബാപ്റ്റിസം തരാൻ. അപ്പോൾ ദൈവം പറഞ്ഞ എനിക്ക് എടുക്കണം. എങ്ങനെ പുള്ളിയുടെ പേര് കേൾക്കും, എന്നോട് പറയും പറ്റത്തില്ല എന്ന് പറയും, ഞങ്ങളെ പറ്റത്തില്ല. അങ്ങനെ 6 പാസ്റ്റേഴ്സ് റെഫ്യൂസ് ചെയ്തു. അവർക്ക് പേടിയാ, അവർക്ക് തരാൻ പറ്റത്തില്ല എന്നുള്ള. ഞാൻ കണ്ടിന്യൂ ചെയ്തു പ്രാർത്ഥിക്കാൻ. നീ ആ പറഞ്ഞ ദൈവമേ ഞാൻ റെഡിയാ, നെക്സ്റ്റ് നിന്റെ ജോലിയാ നീ. അങ്ങനെ ആയ സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് പേപ്പറിൽ വന്നു, ബിലാസ്പൂർ. അവിടെ 3 മണിക്കൂർ ദൂരമുള്ള സ്ഥലമാണ് ബിലാസ്പൂർ. ബിലാസ്പൂരിൽ അപ്പോളോ ഹോസ്പിറ്റൽസ് പുതിയതായിട്ട് വരുന്നു. സോ അതിനു വേണ്ടി നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ആവശ്യമുണ്ട്. ആ അഡ്വർടൈസ്മെന്റ് ഞാൻ ഇങ്ങനെ കണ്ടുണ്ട്. എനിക്ക് തോന്നി ദാറ്റ് അഡ്വർടൈസ്മെന്റ് ഇസ് ടോക്കിംഗ് ടു മീ. എനിക്ക് ഫീൽ ആയത് അത് എന്നോട് ടോക്ക് ചെയ്യുന്നു, അതെനിക്ക് വേണ്ടിയാണല്ല. അന്നേരം അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് റെഡിയല്ല. പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്ത് പിന്നോട് മദർ ഇൻ ലോ പറഞ്ഞു,
എടാ അവൾക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, അവൾക്ക് പ്രായമുണ്ടോ അതിന് വേണ്ടിയുള്ള, അവൾക്ക് അതിന് വേണ്ടിയുള്ള പേഴ്സണാലിറ്റി, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ തീരെ മുസ്ലിം കൊച്ചു ഇതാ, അവൾക്ക് അതിന് വേണ്ടിയുള്ള പേഴ്സണാലിറ്റി അവൾക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ അതിനൊന്ന് ഇന്റർവ്യൂവിനൊന്നും കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നത്. പക്ഷെ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു 90 minutes ഇന്റർവ്യൂ എൻ്റെ നടന്നു. അവിടെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന പ്രൊജക്ട് കോർഡിനേറ്റർ റോസ്ലിൻഡ കോൺവേ എന്ന് പറഞ്ഞൊരു സ്ത്രീ, പുള്ളിക്കാരിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല, പുള്ളിക്കാരിക്ക് എന്നെ മതി. പുള്ളിക്കാരി ഹയർ മാനേജ്മെന്റിനോട് ഫൈറ്റ് ചെയ്ത് എന്നെ അവിടെ, അപ്പൊ അവര് പറഞ്ഞു ഇത് എക്സ്പീരിയൻസ് ഇല്ല, ഇത്ര കൊച്ചുതാ, അവളെങ്ങനെ മാനേജ് ചെയ്യുന്നത്, ഇത്ര വലിയ ഇതിന്റെ ഇതുകൊണ്ട് എല്ലാം ശരിയാ, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഷീ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഡു ഇറ്റ് ആൻഡ് ഷീ വിൽ ഡു ഇറ്റ് എന്നുള്ള പുള്ളിയുടെ ആ കോൺഫിഡൻസിൽ എന്നെ അവിടെ എടുക്കുന്നു. ഞാൻ ഒക്ടോബർ 23 അവിടെ ജോയിൻ ചെയ്യുന്നു. നവംബർ 1st വീക്ക് ആയപ്പോഴത്തേക്ക് അവിടെ CEO ഒരു കമാൻഡർ ഇയർ ആയിരുന്നു, ഒരു നോൺ മെഡിക്കൽ പേഴ്സണ്, മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ അനിൽ ജെയിൻ. ഇവർ തമ്മിൽ ചേരത്തില്ല, ബിക്കോസ് ഡോക്ടേഴ്സിന് ഒരു നോൺ മെഡിക്കൽ പേഴ്സണിനെ റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അന്നേരം എനിക്ക് എന്തോ വേണമെങ്കിൽ എനിക്ക് ഒരു പുതിയ സെറ്റിംഗ് അപ്പ് ഹോസ്പിറ്റൽസ് ഒത്തിരി ഇൻഡന്റിങ്ങും ഒത്തിരി കാര്യങ്ങൾ മേടിക്കണം, പക്ഷെ എല്ലാത്തിനും അപ്രൂവൽ മേടിക്കണം. സോ എനിക്ക് ഇവരുടെ രണ്ടിടത്തും പോകണം. ഞാൻ അനിൽ ജെയിൻ്റെ അടുത്ത് പോയ കമാൻഡർ ഇയർ, അല്ലെങ്കിൽ കമാൻഡർ ഇയറിൻ്റെ അടുത്ത് പോയ അനിൽ, ഞാൻ ഇങ്ങനെ ക്രഷാണ്. അത് ലാസ്റ്റ് ഒരു ദിവസം സിയോയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഐ എം ഗെറ്റിംഗ് ക്രഷ്ഡ് ഇൻ ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു, സോ ഐ വാണ്ട് ടു ഗോ, ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ, ഐ കാൻ ഡു ഇറ്റ്. അപ്പോഴത്തേക്ക് ഈ കമാൻഡർ വെയർ എന്ന് പറയുന്ന ആള്, പുള്ളിക്കാരന് ഉടനെ ഡോക്ടർ അനിൽ ജെന്നെ ഫോൺ ചെയ്യുന്നു. എന്താ നമ്മുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ, പിന്നെന്താ നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്നോട് വന്ന് ഇങ്ങനെ പറയുന്നത്. സോ നൗ ഐ എം ഗോയിങ് ടു ഡു ഈസ്, ഞാൻ പുള്ളിക്കാരിയെ ഒരു 15 days, പുള്ളിക്കാരിക്ക് ജോലിയെല്ലാം അറിയാം, ജോബ് നോളജ് ഉണ്ട്, പക്ഷെ അപ്പോളോ കൾച്ചർ അറിയത്തില്ല. സോ ഐ എം ഗോയിങ് ടു സെൻഡ് ഹർ ടു അപ്പോളോ ചെന്നൈ ഫോർ എ 15 days ഓഫ് ട്രെയിനിങ്. അങ്ങനെ എന്നെ പുള്ളി ഉടനെ തന്നെ അവിടുന്ന് ലാൻഡ് ലൈനിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നു, നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ, ഞാൻ അവളെ ഇങ്ങനെ വിടാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പുള്ളി ഉടനെ എനിക്ക് പ്രോബ്ലം, പുള്ളി ഉടനെ ഫോൺ ചെയ്യുന്നു, ടിക്കറ്റ് എല്ലാം അന്നത്തെ രാത്രി തന്നെ എന്നെ ചെന്നൈ വിട്ടു. ചെന്നൈ വിട്ടുടനെ അവിടെ വെച്ച് ഒരു ദിവസം റൗണ്ട്സ് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പം ഒരു ഡെയിലി മെഡിറ്റേഷൻ ബുക്ക് ഒരു വാടിക്കടന്ന് കിട്ടി. അതിൽ ഞാൻ സൗദിയിലായിരുന്നപ്പം ഒരു സാം ജബുദരായി, റവറൻഡ് സാം ജബുദരായി എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ഒരു ഓഡിയോ സീഡി ഞാൻ കേട്ടായിരുന്നു. അന്ന് തമിഴ് അത്ര മനസ്സിലാകത്തില്ല, പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. അത് ഞാൻ പല പ്രാവശ്യം കേട്ടു. അതെനിക്ക് എൻ്റെ ഉള്ളിലൊരു ഇത് വന്നു, എന്തെങ്കിലും പറ്റിയ ഈ പുള്ളി എനിക്ക് നേരിട്ട് കാണണം, എന്തെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നാൽ ഐ വാണ്ട് ടു മീറ്റ് ഹിം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ എന്നിട്ട് ചെന്നൈ പോകുന്നേരം ഈ റൗണ്ട് എടുത്തോണ്ട സമയത്ത് ഒരു ഡെയിലി മെഡിറ്റേഷൻ ബുക്ക് പുള്ളിയുടെ അവരുടെ മിനിസ്ട്രി എന്നുള്ളത് കണ്ടു. ഞാൻ അതിനകത്തുനിന്ന് പുറകെ അഡ്രസ്സ് എഴുതി, എൻ്റെ ഡയറിയിൽ അഡ്രസ്സ് എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ പോരുന്നു. ഫ്രൈഡേ ആയിരുന്നപ്പോൾ ഞാൻ അവിടെ ഗാർഡിനോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇവിടെ അടുത്തെങ്ങാനും ചർച്ച് ഉണ്ടോ, സൺഡേ വർഷിപ്പിന് പോകാനായിട്ട് ഇവിടെ എങ്ങാനും ചർച്ച് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാൻ നേരം പുള്ളി പറഞ്ഞു, ഇങ്ങനെ AG ചർച്ച് ഉണ്ട് ഇവിടെ അടുത്ത്. എന്നിട്ട് അപ്പോഴത്തേക്ക് ഒരു അകത്തുനിന്ന് ഒരാൾ പറയുന്നു, നീ നിന്റെ അഡ്രസ്സ് നോക്ക. ഞാൻ എഴുതി വെച്ച അഡ്രസ്സ് നോക്കിയോണ്ടേ 16 കോടമ്പാക്കം റോഡ്, ചെന്നൈ. ഞാൻ എന്തൊരു പുള്ളിക്കാരനോട് ചോദിച്ചു, ഗാർഡിനോട് ചോദിച്ചു, ഇത് ഈ അഡ്രസ്സ് എവിടാ? അത് പറഞ്ഞു, ഇത് ഈ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, ദാറ്റ് മീൻസ് ഈ പറയുന്നത് ഇവിടെ അടുത്തെങ്ങാണ്ട. അതിന് സൺഡേ ഞാൻ ഇറങ്ങിയോണ്ട് പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്നു, നീ വെളിനാട്ടിൽ നിന്ന് വന്നയാ, നീ വഴി ഇതാകെ പോകും. പുള്ളിയുടെ സൈക്കിളും പിടിച്ചോണ്ട് ഞാൻ നടന്നു, ഞങ്ങള് രാവിലെ മൂവ് ചെയ്യാൻ തുടങ്ങി. ആ പുള്ളിയുടെ ആ സ്റ്റേഷൻ, ആ അഡ്രസ്സ് ഞങ്ങൾ എത്തി. അവിടെ എത്തിയോണ്ട് അവിടെ ഞാൻ എന്നെ ഡിപ്രസ് ചെയ്തു പോയി. അങ്ങനെ ഞാൻ പിന്നെ സ്ഥലം കണ്ടുപിടിച്ചു, പുള്ളിയുടെ ഏരിയയിൽ വന്നു, പക്ഷെ പുള്ളി അവിടെ ഇല്ല. പുള്ളി വെളിനാട്ടിൽ സിംഗപ്പൂർ ആൻഡ് ഓസ്ട്രേലിയ ടൂറിന് പോയേക്കുക, ഇത് ഗോസ്പൽ സംബന്ധമായിട്ടുള്ള. ആൻഡ് പുള്ളിക്കാരൻ ഒരു 2 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. അതെന്നെ ഒത്തിരി ഡിപ്രസ് ചെയ്തു. തിരിച്ച് ഞാൻ AG ചർച്ച് വന്നു, അന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, റൂമിൽ വന്നു. അന്നത്തെ മീറ്റിംഗിലെ പ്രസംഗം മെയിൻ ആയിരുന്നു, എറൈസ് സൺഷൈൻ ഫോർ ദ ലൈറ്റ് ഹാസ് കം അപ്പോൺ യു. അതെന്തോ എന്നെ ഒത്തിരി ഇത് ചെയ്തു, എറൈസ് സൺഷൈൻ, ദാറ്റ്സ് ഫോർ മീ
എന്നുള്ള ഒരു ഇതെനിക്ക് ടോട്ടലി വന്നു. എന്നിട്ട് ഞാൻ ഒത്തിരി ദുഃഖിച്ച് കടന്നു നോക്കി. അവിടം വരെ എത്തിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള ഇതില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മൺഡേ ആയ ഉടനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് റിലാക്സ് ചെയ്യാൻ കിടക്കുന്ന സമയത്ത് ഒരു ശക്തി എന്നോട് പറയുക, എഴുന്നേക്ക തയ്യാറാവും, അവിടെ പോകും. പക്ഷെ ഞാൻ അന്നെങ്കിൽ വിചാരിച്ചു എൻ്റെ മെൻ്റൽ തിങ്കിങ് ആയിരിക്കും, എനിക്ക് പുള്ളിയെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഐ ഡിഡ്ന്റ് വാല്യൂ ദാറ്റ് മച്ച്. ട്യൂസ്ഡേ ആയതുകൊണ്ടേ ഒരു ശക്തി എന്നെ അങ്ങ് എഴുന്നേറ്റ് നിർത്തിപ്പിച്ചു. ഞാൻ പടപടാന്ന് എഴുന്നേക്കുന്നു, റെഡിയാകുന്നു, അവിടെ പോയ ഉടനെ ഒരു റിസപ്ഷനിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ഞാനല്ല സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് എഗെയിൻ ആ ബാപ്റ്റിസം ആ എക്സ്പീരിയൻസ് എഗെയിൻ തലയെല്ലാം പെരുത്ത് കയറുന്നു, നാക്കെല്ലാം അങ്ങ് ഇതായി സ്വെൽഡപ്പായി ഫീലിംഗ് എനിക്കായത്. എന്നിട്ട് ഞാനല്ല സംസാരിക്കുന്ന, വേറെ ആരോ എന്നിൽ കൂടെ സംസാരിക്കുന്നു. ബ്രദർ സാം ജബുദരൈ വന്നു തമിഴിൽ റിപ്ലൈ വന്നു. ഇന്നലെ അവർ വന്നു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോയി. ഇന്നലെ ദൈവമായിരുന്നു എന്നോട് പറഞ്ഞു പോകാൻ. എന്നിട്ട് പുള്ളിക്കാരി പറയുക, എനിക്ക് എൻ്റെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് തന്നെ ആയിരുന്നു പറയുവാണ്, എനിക്ക് കാണണം, നീ പോയി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വാ. പുള്ളിക്കാരി പറയുന്നു, നോ, പുള്ളി ഇന്നലെ വന്നേ ഉള്ളൂ, യു കം ആഫ്റ്റർ 2-3 days. അന്നേരം അഗെയിൻ നോ, എനിക്കിപ്പം തന്നെ കാണണം, ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, എനിക്ക് ഇത്രയും ഡേയ്സ് ടൈമേ ഉള്ളൂ ഇവിടെ, ഓൾറെഡി ഇത്രയും ഡേയ്സ് കഴിഞ്ഞു പോയി, എനിക്ക് ഇന്ന് കണ്ടേ പറ്റൂ, നീ പോയി സംസാരിക്കുക. ഒത്തിരി ഇത് ചെയ്തതിന് ശേഷം ആ പുള്ളിക്കാരി എഴുന്നേറ്റ് മേളിൽ പോയി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. മേളിൽ പോയ ഉടനെ പുള്ളിക്കാരൻ സാം ജബുദരൈ അവിടെ അന്യഭാഷ പ്രാർത്ഥന നടക്കും, അതെനിക്ക് കേൾക്കാം. അന്നേരം അടുത്ത് പറഞ്ഞു, നീ കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് മേളിൽ പോയി. പുള്ളിയുടെ മുറി എൻ്റർ ചെയ്തോണ്ടേ, മുറി എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോളാണ്, അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളിയുടെ മുറി. അതൊരു ഫുൾ ഓഫ് ബുക്സ്. പുള്ളിക്കാരൻ ഒരു റൈറ്ററാണ്. ഇന്നും പുള്ളി മരിച്ചു പോയി, ഇപ്പം ഇല്ല. പുള്ളി ഫുൾ ഓഫ് ബുക്സ് എല്ലായിടും ഇങ്ങനെ ഇതിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ റൂമിൽ എൻ്റർ ആയതുകൊണ്ട് ആ ഡോർ എൻ്റർ ആയപ്പോഴത്തേക്ക് എൻ്റെ ശരീരം ടടാന്നേരം ഒത്തിരി ചെയിൻസ് എല്ലാം പൊട്ടി. ഐ എം ടോട്ടലി ഇൻ ചെയിൻസ് ആണ്. ആ ചെയിൻസ് എല്ലാം പൊട്ടിപ്പോകുന്നു, പടപടാന്ന് പൊട്ടിപ്പോകുന്ന ഒരു അനുഭവം. എന്നിട്ട് ഞാൻ ചെല്ലുകയും പുള്ളിയോട് സംസാരിക്കുന്ന ഒറ്റ കാര്യമാണ്, ക്യാൻ യു ഗിവ് മീ ദ ബാപ്റ്റിസം. സാധാരണ നമ്മുടെ പ്രശ്നങ്ങൾ, ഓൾറെഡി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്, അതാ സംസാരിക്കേണ്ടേ. പക്ഷെ സംസാരിച്ച ഒറ്റ കാര്യമാണ്, ക്യാൻ യു ഗിവ് മീ ദ ബാപ്റ്റിസം. പുള്ളിക്കാരൻ പറഞ്ഞു, സി യു നോ ഇൻ ചെന്നൈ ഇവിടെ വാട്ടർ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ ഒത്തിരി മാസ് ബാപ്റ്റിസമേ കൊടുക്കാറുള്ളൂ, ഒത്തിരി പേര് കൂടുമ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ എനിക്ക് തരാൻ നോക്കട്ടെ, ഐ വിൽ അറേഞ്ച് ഫോർ യുവർ ബാപ്റ്റിസം. പുള്ളിയുടെ വേർഡായിരുന്നു, ഐ വിൽ അറേഞ്ച് ഫോർ യുവർ ബാപ്റ്റിസം. എന്നിട്ട് ഞാൻ പിന്നെ പുള്ളിയോട് ചോദിച്ചു, എൻ്റെ ഫാമിലി സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഫെയ്ത്തിലല്ല, ഇങ്ങനെ, സോ ഞാനിങ്ങനെ ഇപ്പോൾ വിൽ ദാറ്റ് ബി എ സിൻ, ഒറ്റയ്ക്ക് ഇങ്ങനെ കർത്താവിനോട് പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത്, ബട്ട് മൈ ഗോഡ് ഹാസ് സ്പോക്കൺ ടു മീ, സോ അത് വിൽ ഇറ്റ് ബി എ സിൻ ഇഫ് ഐ എം ഡൂയിങ് ദാറ്റ് തിങ്? പുള്ളി പറഞ്ഞു, നോ, ബൈബിൾ വേഴ്സ് സേസ് if one person is in Christ, one person, I'll save the whole household. So when you take the thing, you are in Christ, automatically he will come. Though it may take a time, but in God's timing he will come. So you can take, we have no problem. എന്നിട്ട് പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്, മൈ വൈഫ് ഷീ ഈസ് എ ഗുഡ് പ്രയർ വാരിയർ, യു ഗോ ആൻഡ് മീറ്റ് ഹർ. ഞാൻ അവിടെ നിന്ന് ഇത് പറഞ്ഞ് പുള്ളി എന്നെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി 2nd ഫ്ലോറിൽ പോയി ഡോർ നോക്ക് ചെയ്തു. പുള്ളിക്കാരൻ്റെ വൈഫ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് ചെന്നു. നമ്മൾ കുറേ നേരം സംസാരിച്ചു, ഇരുന്നു. മീൻവെൽ ആ എന്നിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, ലെറ്റ് മീ ടോക്ക് ടു മൈ ഹസ്ബൻഡ് ആൻഡ് ഐ ലെറ്റ് യു നോ എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് അവിടെ ആ സമയങ്ങളിൽ വെനസ്ഡേ പ്രത്യേകിച്ച് അന്യഭാഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കും, അത് നീ ഒക്കുവാണെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു.
ഞാൻ അങ്ങനെ ബുധനാഴ്ച അവിടെ പോയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. അഗെയിൻ സൺഡേയിൽ എൻ്റെ ബാപ്റ്റിസത്തിന് വേണ്ടി ഫിക്സ് ചെയ്തു. സൺഡേ 12 noon നിവ വി വിൽ ഗിവ് യു ദ ബാപ്റ്റിസം എന്ന് പറഞ്ഞു. ഫ്രൈഡേ നൈറ്റ് ആയപ്പോഴത്തേക്ക്, തേഴ്സ്ഡേ നൈറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു മരണവെപ്രാളം പോലെ ഒരു അബ്ഡോമിനൽ പെയിൻ ഉണ്ടായിട്ട് എന്തോ അകത്തുനിന്ന് പൊട്ടിപ്പോയി. എന്നിട്ട് ഭയങ്കര ബ്ലീഡിങ് സ്റ്റാർട്ടായി, ഭയങ്കരമായിട്ട് ബ്ലീഡിങ്. അന്നേരം ഞാനങ്ങനെ നിരാശപ്പെട്ടു. ഇങ്ങനെ കേസിൽ ഞാൻ എങ്ങനെ സൺഡേ ബാപ്റ്റിസം എടുക്കുന്നത്? പോയി ഫ്രൈഡേ പുള്ളിക്കാരുടെ അടുത്ത്. എനിക്കത് അടുത്തായിരുന്നു, നടന്നു പോകാനുള്ള വഴി ഉള്ളൂ. പിന്നെ ഫ്രൈഡേ ഞാൻ പോയി വൈകിട്ട് ഇങ്ങനെ രാത്രി സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ പറഞ്ഞു, നോ യു ഡോണ്ട് വറി. ഈ ദിവസങ്ങളിൽ സ്ത്രീകളെ സൈറ്റൻ ഇങ്ങനാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദാറ്റ്സ് എ നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിന. ആൻഡ് നിനക്ക് നിന്റെ ഓൾറെഡി മന്ത്ലി പീരിയഡ്സ് കഴിഞ്ഞതാണ്, ഇത് അല്ലാതെ വരുമോ? സോ ഇറ്റ്സ് നോട്ട് ദാറ്റ്. ആൻഡ് ദാറ്റ്സ് ദൈവം തന്ന കാര്യമാണ്, അത് നത്തിങ് ഇതില്ല അതിനകത്ത്. സോ വി വിൽ ഗിവ് യു. അതെനിക്കൊരു ധൈര്യമായി. സൺഡേ ഞാൻ അവിടെ പോകുന്നു. എൻ്റെ ഒരു ബ്രദർ ATC ആയിട്ടൊന്ന് ചെന്നൈ എയർപോർട്ടിലുണ്ട്. പുള്ളി മാത്രമാണ് എൻ്റെ വിറ്റ്നസ്. ഞാൻ പുള്ളിയെ വിളിച്ചു കാര്യം പറഞ്ഞില്ല. പറഞ്ഞാൽ പറയും സണ്ണിച്ചാൻ എന്നെ കൊല്ലും, ഞാൻ വരത്തില്ല. അവിടെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നീ അർജന്റ്ലി വാ ഇവിടെ. പുള്ളി വാസ് എ സിംഗിൾ വിറ്റ്നസ് ഫോർ ദാറ്റ്. അത് പുള്ളി വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഷിബു ആരും അറിയില്ല, നമ്മൾ പറഞ്ഞല്ലേ അറിയത്തുള്ളൂ, ആരും അറിയത്തില്ല, ഒന്നും പറ്റത്തില്ല, നീ പേടിക്കണ്ട. അങ്ങനെ വന്നു. ഞങ്ങൾ അവിടെ ചെന്നൊണ്ണെ പുള്ളിക്കാരി ഇറങ്ങി വന്നിട്ട് പറയുക, ലില്ലിമ, വി ഫിൽഡ് ദ വാട്ടർ ബാപ്റ്റിസം ടാങ്ക്, വി ക്ലീൻഡ് ഇറ്റ്. ഞങ്ങൾ ഫിൽ ചെയ്ത വെള്ളമായിട്ട്. പക്ഷെ എന്തുവാന്നറിയില്ല, 11 മണിക്ക് വന്ന് നോക്കിയുണ്ടെ ഇറ്റ്സ് ടോട്ടലി എംപ്റ്റി. എങ്ങനെ അത് പറ്റിപ്പോയി അല്ല ലീക്കേജ് ഉണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നും പറഞ്ഞോണ്ട്. അപ്പോഴത്തേക്ക് ഞാനും അപ്സെറ്റായി. പുള്ളിക്കാരി എന്ന് പറഞ്ഞു, പുള്ളിക്കാരി ഇൻഡയറക്ട്ലി പറയാൻ വെറുതെ നീ പൊക്കിയോ, വെള്ളമില്ല, നീ എന്തോ ചെയ്യുന്നത്? പക്ഷെ ഞാൻ പറഞ്ഞു പൊത്തി, ഞാൻ വിഷമിച്ചു. ഞാൻ പറഞ്ഞു ദൈവം നീ എന്നെ കൊണ്ടുവന്നു, ഇനി ഐ ഹാവ് നോ ചാൻസ്. ഞാൻ അവിടെ ഇരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ദാണ്ട് ഒരു വാട്ടർ ടാങ്ക് വെള്ളം വരുന്നു. അപ്പോഴത്തെ പുള്ളിക്കാരി ഓടി വന്നു. ഓടി വരുവാണെങ്കിൽ ഞാൻ തിരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ചു. ഇല്ല, ഞാൻ അവിടെ തന്നെ ഉണ്ട്. മാ വെയിറ്റ് മാ, ലെറ്റ്സ് സീ ദാറ്റ് വാട്ടർ ഇസ് കമ്മിങ്, വി വിൽ ഫിൽ ഇറ്റ് ആൻഡ് വിൽ ഗിവ് യു. അങ്ങനെ അവർ പിന്നെ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബാപ്റ്റിസം തന്നു. ബാപ്റ്റിസം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി എന്നോട് പറയുന്നത്, ഈ ലില്ലിമ, ദ ഡേ യു കെയിം നോ ഫസ്റ്റ്, ദാറ്റ് ഡേ നീ വന്നെൻ്റെ ഡോർ മുട്ടുന്നതിന് മുന്നേ ദ ഹോളി സ്പിരിറ്റ് സ്പോക്ക് ടു മീ. ഇങ്ങനൊരു പെൺകൊച്ചു വരും, അവളുടെ സിറ്റുവേഷൻസ് ഇങ്ങനാണ്, നിന്റെ ഭർത്താവ് അവൾക്ക് ബാപ്റ്റിസം കൊടുക്കത്തില്ല, സെയിങ് ഓൾ ദിസ് എക്സ്ക്യൂസസ്, പക്ഷേ യു ഹാവ് ടു പെർസ്യൂഡ് യുവർ ഹസ്ബൻഡ് ടു ഗീവ് ഹർ ദ ബാപ്റ്റിസം. സോ അങ്ങനെയാണ് ദൈവം പറഞ്ഞാണ് ഇന്ന് നിന്റെ ബാപ്റ്റിസം നടന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായ ഒരു അനുഭവം ആയിരുന്ന ആ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ഓരോ കാര്യങ്ങൾ നടത്തുന്നു. പിന്നെ ഞാൻ അന്യഭാഷയ്ക്ക് പിന്നെ ദൈവം നീ പറഞ്ഞ കൽപ്പന ഞാൻ ഏറ്റു, നൗ ഇറ്റ്സ് യുവർ പാർട്ട്, യു ഹാവ് ടു ഗിവ് മീ. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്നു, എനിക്ക് ഫെലോഷിപ്സ് ഒന്നും ഇല്ലാത്തപ്പം ലോൺലിനെസ് ആയി. ഞാൻ ഈവനിങ് വാക്കെന്നും പറഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങി ഈ റോഡിൽ കൂടെ പോയിട്ട് ഈ സ്ട്രീറ്റ് എൻസിൽ മഴവെള്ളം പോകാനായിട്ട് കൊച്ചു ബ്രിഡ്ജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പെയ്യെ ആ കാത്തലിക് പള്ളിയിൽ തന്നെ എനിക്ക് ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. എൻ്റെ നാക്കെല്ലാം സ്വെല്ലപ്പാകുന്ന പോലെ, മുള്ളു കൊണ്ട് കയറുന്ന പോലെ, അങ്ങനെയൊക്കെ അനുഭവങ്ങൾ എനിക്കുണ്ട്. അതൊരു കുറേ സമയം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എനിക്കെന്തോ ക്യാൻസർ വല്ലതും ആയോ, വാട്ട് ഈസ് ദാറ്റ്? എപ്പോഴും ഇങ്ങനെ പ്രിക്ക് ചെയ്തിരിക്കും, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നാക്കെല്ലാം സ്വെൽഡപ്പ് ആയ ഒരു ഇങ്ങനത്തെ ഫീലിംഗ്, എന്തൊക്കെയോ ഒരു വേറെ ഫീലിംഗ്. വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഭിലായിൽ അവിടുന്ന് 1 മണിക്കൂർ വഴിയുണ്ട് റായ്പൂർ. അവിടെ ഞാൻ ഒരു ഹോസ്പിറ്റലിൻ്റെ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു പാസ്റ്ററുടെ ഫാമിലിയുമായിട്ട് എനിക്ക്
ഇതുണ്ടായി. അന്നേരം ഞാൻ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ എനിക്ക് ഇതുണ്ടാകുന്നു, അത് എന്തുവാന്ന്, എനിക്ക് ക്യാൻസർ വല്ലതും ആയോ, പ്രാർത്ഥിക്കണം ഇങ്ങനെ ഇത്. ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയില്ല, അതല്ല, അത് ദൈവം അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തരുവാണ്. എന്തെങ്കിലും ഒരു വേർഡ് കിട്ടിയാൽ അത് ഏറ്റു പറഞ്ഞോണമെന്ന് പറഞ്ഞു. അത് ഏറ്റു പറയണോ, അത് അസുഖമൊന്നും അല്ല, അത് സിസ്റ്ററിനെ ദൈവം ആത്മാവിൽ നിറയ്ക്കാൻ വേണ്ടിയുള്ള ആ സ്റ്റെപ്സ് ആണത്. സിസ്റ്ററിന് ഫെലോഷിപ്സ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെ അന്യഭാഷ വർഷിപ്സിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അത് ദൈവം തന്നെ ഇത് ചെയ്ത് ഫോളോ ചെയ്യിപ്പിക്കുമെന്ന്. അങ്ങനായി ഒരു ദിവസം രാവിലെ 4 മണിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് റൂമിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നെ അന്യഭാഷയാൽ നിറച്ചു. അങ്ങനെ പല അനുഭവങ്ങൾ ജീവിതത്തിൽ, പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഫെലോഷിപ്സ് ഇല്ലാതെ പിന്നെ ഒരു ഇങ്ങനെ ആയിപ്പോയിക്ക് സംഭവം. ജീവിതത്തിൽ ഒത്തിരി ഓരോ സ്റ്റെപ്സും പ്രയാസങ്ങളായിരുന്നു. ലൈഫ് ഒരിക്കലും ഈസി അല്ലായിരുന്നു. അങ്ങനായി തന്നെത്താൻ വളരാൻ തുടങ്ങി. ദൈവങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, സ്ലേയിങ് ഇൻ സ്പിരിറ്റ് അനുഭവം. ചില സമയത്തൊക്കെ ഒരു ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും. ചിലപ്പം ആരുടെയെങ്കിലും അഭിഷിക്തന്മാരുടെ മെസ്സേജ് കേട്ടിട്ടിരിക്കുന്ന സമയമായിരിക്കും. തന്നെത്താൻ ഒരു ഹെവിനെസ് ശരീരത്തിലോട്ട് വരും, അങ്ങ് കിടക്കും, പിന്നെ മണിക്കൂറുകൾ അങ്ങ് കിടക്കും. പക്ഷെ എൻ്റെ അറിയില്ല, ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കും. ആ സമയത്ത് ഹസ്ബൻഡായാലും പിള്ളേരായാലും ഹസ്ബൻഡ് പറയും, മമ്മി അസി ഉറങ്ങാത്ത ആളാ, ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടിട്ട് ഇപ്പം ഈ കഥ അടച്ചിട്ട് അങ്ങ് പോകും. ബട്ട് ഐ വുഡ് ബി എൻജോയിങ് ദ ഗോഡ്സ് പ്രസൻസ്. ഐ വിൽ ബി ഇൻ ദ ഗോഡ്സ് പ്രസൻസ്. എനിക്കെല്ലാം കേൾക്കാം അവർ പറയുന്നതെല്ലാം, പക്ഷെ എനിക്ക് എഴുന്നേറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. റിയലി അങ്ങനത്തെ പല അനുഭവങ്ങൾ ദൈവം ഉണ്ടായി. ഇത് ഇങ്ങനെയൊക്കെ ആയിക്ക് ഒത്തിരി സ്നേഹിച്ചു പോയി ദൈവത്തിന്. പ്രയാസങ്ങളെല്ലാം ഇമ്പോർട്ടൻറ്റ്. ബട്ട് പ്രയാസം കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭവത്തിലോട്ട് കൊണ്ടുപോകുന്നത്, ആ എക്സ്പീരിയൻസ് ആണ് മോർ റിച്ച്. ഐ ഫീൽ, എനിക്ക് ഫീൽ ആകുന്നത് ദാറ്റ് ഈസ് മോർ റിച്ച്. അങ്ങനെ ദൈവം പല ലെവലുകളിൽ വളർത്തി. ജോലി സമയത്തായാലും പിന്നെ ദൈവം ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ദൈവവേല ഒരു പ്രീച്ചറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന കുറേ വർഷങ്ങളുമായിട്ട് ദൈവം പെയ്യെ ഇറക്കുന്നു. പക്ഷെ ദൈവവേല വേറെ രീതിയിൽ എനിക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ 3-4 പാസ്റ്റേഴ്സിനെ റെഡി ചെയ്തു. അവരുടെ ബൈബിൾ കോളേജിൽ പോകാനുള്ള എക്സ്പെൻസസ്, അവിടെ ഗ്രാജുവേഷൻ എക്സ്പെൻസസ് അതെല്ലാം ഞാൻ എൻ്റെ നീഡ്സ്. ഇപ്പോൾ ഒരാളെ ഞാൻ ബൈബിൾ കോളേജിൽ വിടുവാണെങ്കിൽ ആ പുള്ളിയുടെ ബൈബിൾ കോളേജ് സമയം വരെ ഞാൻ ഒരു തുണി പോലും അത്രയും വർഷം മേടിക്കത്തില്ല. ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ചായ കുടിക്കണം, വല്ലതും ചെയ്യണമെങ്കിൽ അതെല്ലാം ഞാൻ കട്ട് ഓഫ് ചെയ്യും. എൻ്റെ പേഴ്സണൽ നീഡ്സ് എല്ലാം ഞാൻ കട്ട് ഓഫ് ചെയ്യും. അങ്ങനെ എടുത്താണ് ചെയ്യുന്നത്. അതല്ലാക്കി ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഉള്ളിൽ നിന്ന് ഇത് ചെയ്യുന്നു. ബിക്കോസ് ഇന്ത്യൻ സാലറീസ് അധികമില്ല. അങ്ങനെ ചെയ്ത ദൈവം. അതുപോലെ ബൈബിൾ കോളേജിൽ പല പാസ്റ്റേഴ്സ് വിടും. അന്നേരം അവരുടെ പിള്ളേർ പഠിക്കുന്നു, അവർക്ക് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പല രീതിയിൽ അങ്ങനെയൊക്കെ ദൈവം ഉപയോഗിക്കും. ചില സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് വിചാരിച്ച എൻ്റെ മോൻ്റെ പേരിൽ എനിക്കൊരു LIC തുടങ്ങണം. ബാക്കിയെല്ലാം ഹസ്ബൻഡ് ചെയ്യുന്നു, ഞാൻ എൻ്റെ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതെനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറെ ഡിസൈഡ് ചെയ്തു. നോ, ഇത് ഇത്ര രൂപ വെച്ച് എനിക്ക് മാസം മാറ്റാം ഇത്. അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റാൾമെന്റ് എടുത്ത് വെച്ചു, ഫോം നിറച്ച് വെച്ചേക്കും. അന്നേരം ബാങ്കിൽ നിന്ന് ചെറുക്കം വരും കൊണ്ടുപോകാൻ. ഞാൻ വലിയ സന്തോഷമായിട്ട് ആ ഫോം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വാസ് താങ്കിങ് ഗോഡ് യു അലൗഡ് മീ. നിന്നെ ബലപ്പെടുത്തേക്ക് എൻ്റെ കൈ കൊണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു പോളിസി എനിക്ക് തുടങ്ങാമെന്നുള്ളത്. അപ്പോഴത്തേക്ക് ദൈവം സംസാരിക്കുക, മനസ്സിൽ പേര് തരും. നീ എൻ്റെ കുഞ്ഞിന് വേണ്ടി നിന്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സ്ട്രോങ് ആയിട്ട് പേരും ഇതും തരും. ഞാനത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞതിൽ അനുസരിച്ച് പറ്റത്തുള്ളൂ. അവരെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഞാൻ ആ പർട്ടിക്കുലർ
ആളിനെ ഫോൺ വിളിക്കുന്നു, ദാസിയെ ഫോൺ വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, കുഞ്ഞിൻ്റെ എന്തുവായി, ഫീസൊക്കെ അടച്ചോ, എവിടം വരെ സ്ഥിതികൾ? നീ എല്ലാം ദൈവം ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞ മനസ്സി ഞാൻ സംസാരിക്കുന്നെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞിട്ടാണ്. അന്നേരം പറയുന്നു, ഫെബ്രുവരിയിൽ എക്സാം ആണ്, ഒക്ടോബർ നവംബർ മാസമായി, ഒരു ഫീസ് പോലും അടച്ചിട്ടില്ല. പ്രീവിയസ് ഇയറിന്റെ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് മാർക്ക് ഷീറ്റ്സ് കിട്ടിയിട്ടില്ല. എൻ്റെ ദൈവം എങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് എന്നെ അവിടെ കാണണം. അന്ന് ഞാൻ വെച്ചിരുന്ന കാശ് മൊത്തം കൊണ്ടിട്ട് നീനും ദൈവം എന്ന് വരെ എന്നോട് പറയുന്നു, അപ്പം വരെയുള്ള ഞാൻ ഒരുമിച്ച് തരാൻ പറ്റത്തില്ല, ഇങ്ങനെ തരാം എന്നും പറഞ്ഞുകൊണ്ട് 1.5 വർഷം ദൈവം ആ കുഞ്ഞിന് വേണ്ടി ഫീസ് കൊടുക്കാൻ അനുവദിച്ചു. അതുപോലെ ഒരു പ്രാവശ്യം ഒരു 5 ഫിഗർ സാലറി ഓരോ മാസം വെച്ചേക്കും, എനിക്ക് നല്ല കുറേ സാരികളൊക്കെ മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വെച്ചേക്കും. അന്നേരം വേണ്ട, ഒരു ദിവസം ദൈവം രാത്രി മൊത്തം സംസാരിച്ചു, നീ ഇതെടുത്തോണ്ട് പോയി പാസ്റ്റർ, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഇന്ന പാസ്റ്ററിൻ്റെ കൈ കൊടുക്കുക, എന്നിട്ട് ക്രിസ്റ്റീന മൂക്ക് വേണ്ടി പ്രാർത്ഥിപ്പീര്. ക്രിസ്റ്റീന എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോളാണ്. എന്നിട്ട് ഈ കാശ് ഞാനും ദൈവത്തോട് ചോദിക്കാം, ഇതെന്തിനാ നീ അവിടെ കൊടുപ്പിക്കുന്നത്? അതല്ല, ഇന്ന ആൾക്ക് വേണ്ടി, ആ പാസ്റ്റർ ഏത് കൊച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ ഇത് ചെയ്യുന്നു, ആ കൊച്ചിന് വേണ്ടി. നിനക്കെന്തോ കാര്യം ആ കൊച്ചിനോട് ഇത്ര? ഞാനും ദൈവമായിട്ടുള്ള സംസാരമാണ്. അത് പറയുവാണ്, ആ കൊച്ച് ഫാമിലിയിൽ നിന്ന്, ഹിന്ദു ഫാമിലിയാ, 4 പ്രാവശ്യം അവരെ അവരുടെ ഈ സമാജ് കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ നിർത്തും. യേശുവിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നീ യേശുവിനെ തിരിച്ചു വിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലാത്തിന്നും ഔട്ടാക്കും. അതിൻ്റെ മധ്യേ 4 പ്രാവശ്യം ഇത് നടന്നു. എന്നിട്ട് അവള് സ്റ്റാൻഡ് എടുത്തു, ഞാൻ എൻ്റെ യേശുവിനെ വിടത്തില്ല, അതിന് എന്നെ ഇറക്കി വിടണമെങ്കിൽ ഇറക്കി വിട്ടോ. എന്നിട്ട് അവരുടെ ഫാമിലി അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. അവിടെ കൂടെ അവിടെ ചേട്ടത്തി കൊച്ചും അവളും അവളുടെ അമ്മയും, ഇവർ 3 പേര് അതിനു വേണ്ടി ഇറങ്ങിപ്പോയി. എന്നിട്ട് ഒരു കൊച്ചു ഇത് ചേട്ടത്തി ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന, ഇവർ 800 രൂപ മാസം കിട്ടുന്ന, ഇവളൊരു ഹോസ്പിറ്റലിൽ കയറി ആസ് ആൻ അസിസ്റ്റന്റ് വർക്ക് ചെയ്യാൻ. ഇങ്ങനെ ഇവരുടെ ലൈഫ് പോകുന്നത്. അന്നേരം ആ കൊച്ചിനെ പഠിപ്പിക്കാൻ ദൈവം ആരും കൊടുത്തു, ചർച്ചുകാരും എല്ലാവരും കൂടെ കൂടി അവളെ 3 വർഷത്തെ നഴ്സിംഗിന് വേണ്ടി ഭിലായിൽ തന്നെയുള്ള ഏറ്റവും പഴയ കോളേജ് അഡ്മിഷൻ എടുക്കും. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ്, ആ കാശ് നീ കൊണ്ട് എനിക്ക് പെർസെൻറ്റേജ് കൊടുക്കും. അതുകൊണ്ട് ഞാനത് ഹസ്ബൻഡിനോട് സംസാരിച്ചു, പറഞ്ഞു. ഹസ്ബൻഡ് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഞാനവിടെ കൊണ്ട് ആ കാശ് കൊടുത്ത സമയത്ത് പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അതിൻ്റെ മുന്നേ ആ പാസ്റ്ററുമായിട്ട് ഒരു പരിചയമില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിച്ചു. അങ്ങനെ ദൈവം ഓരോ സ്റ്റെപ്പായിട്ട് ദൈവം തന്നെ വളർത്തുന്നു. പിന്നെ എൻ്റെ പിള്ളേരുടെ കാര്യം പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ 6 വർഷം വരെ പിള്ളേരില്ലായിരുന്നു. ആ സമയത്തും ഒരു വർഷം വരെ വെയിറ്റ് ചെയ്തു. 1 വർഷം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനൊരു ഡിസിഷൻ എടുത്തു. ഞാൻ പറഞ്ഞു, ദൈവമേ, കല്യാണം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ലായിരുന്നു, നീ എനിക്കൊരു വിവാഹ ജീവിതം തന്നെങ്കിൽ നിനക്കറിയാം എനിക്കൊരു ജനറേഷൻ തരണമെന്നുള്ളത്. I will not go to any human hands. I want to give glory to you only. എനിക്ക് നിനക്ക് മാത്രം മഹിമ തരണ്ട്, ഞാൻ ഒരു മനുഷ്യരുടെ അടുത്ത് പോത്തില്ല എന്ന് പറഞ്ഞാൽ 1 year ഓഫ് മാരേജ് കഴിഞ്ഞുകൊണ്ട് ആ ഡിസിഷൻ ഞാൻ ദൈവം മുൻപാകെ എടുത്തു. അതുകൊണ്ട് കുറേ പ്രഷേഴ്സ് ഉണ്ടായി. ഇവിടെ ടെസ്റ്റിങ്ങിന് പോകട്ടെ നിന്നോ, ഇവിടെ നേർച്ച നേരം, അവിടെ നേർച്ച നേരം. ഞാൻ മുന്നോ നത്തിങ്, ദൈവം തരണമെങ്കിൽ തരും. പക്ഷെ ഞാൻ ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ദൈവം ഒരു രീതിയിൽ സൗദിയിലായിരുന്ന സമയത്ത് ഒരു വീട്ടില് ഒരു ദൈവദാസിയെ ഹൗസ് മെയ്ഡ് വിസയിൽ അവിടെ വന്നു. പക്ഷെ ഹൗസ് മെയ്ഡ് വിസ പ്ലസ് പുള്ളിക്കാരി ഒരു മിനിസ്ട്രി പാർട്ടൂടായിരുന്നു. അന്നേരം ആ ചേച്ചി 21 ദിവസത്തെ ഫാസ്റ്റിംഗ് എടുത്ത് അവിടെ വന്നതിന് ശേഷം, ഈ ഏരിയയിലുള്ള ദൈവവിളിയുള്ള മക്കളുമായിട്ട് നീ എന്നെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് പുള്ളിക്കാരി ഞാനുമായിട്ട് പരിചയപ്പെടുന്നത്.
അത് ആ ചേച്ചി എന്നോട് പറഞ്ഞു. ആ ചേച്ചിയിൽ കൂടെ ദൈവം ഒത്തിരി എന്നോട് സംസാരിക്കുമായിരുന്നു. ചേച്ചി പറയുന്നു, നിനക്കറിയാമോ നീ ആരാന്ന്? അത് സർപ്രൈസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു അതൊക്കെ. അത് പറഞ്ഞു, നീ വിചാരിക്കുന്നു ഇന്ന് സണ്ണിയാ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നെന്ന്. പക്ഷെ സണ്ണിയെക്കാട്ടിലും കൂടുതൽ നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ആൻഡ് യു ആർ, നിന്റെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ നിന്റെ സ്ഥാനം എബ്രഹാമിന്റെയാണ്. എബ്രഹാം ആരാരെന്നറിയാമോ? ഇത്രയും അറിയാം, മീസ് പിതാവ്. പക്ഷെ ഇതിലെന്തോ അറിയത്തില്ല. എബ്രഹാം ദൈവത്തിന്റെ കൂട്ടുകാരനായിരുന്നു. ആ സ്ഥാനമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക്, ഞാനൊന്ന് ഒരു പെന്തിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലല്ല, ഒന്നുമല്ലാത്ത സമയങ്ങളിലാണ് ഇതൊക്കെ ദൈവം സംസാരിക്കുന്നത്. ആ ചേച്ചി ആ സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ലില്ലി, നിനക്കോ സണ്ണിക്കോ ഒരു പ്രോബ്ലവും ഇല്ല, ആരുടെയും അടുത്തൊരു ട്രീറ്റ്മെന്റിനോ ഒന്നിനും പോയേക്കല്ല. ഞാൻ ചേച്ചി, ഞാനിത് ഓൾറെഡി തീരുമാനം എടുത്തതാ, പോത്തില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ആരുടെയും അടുത്ത് പോയേക്കല്ല, പോയാൽ ഒന്നുകൂടെ വഷളാവാം. അതുകൊണ്ട് ആരുടെ അടുത്ത് പോയേക്കല്ല, ദൈവത്തിന്റെ സമയത്ത് ദൈവം തരും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ബൈബിളില് ഒത്തിരി പുരുഷന്മാരും ലേഡീസ് ആൻഡ് ജെന്റ്സ് ഉണ്ട്. ലൈക്ക് ഡാനിയേൽ, എസ്തർ, റൂത്ത്, ജോസഫ്, ഇങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ നിനക്ക് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ വെച്ച് നീ പിടിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി ബ്ലസ്സഡ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പറഞ്ഞു. അന്നേരം ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാനിയേലിനെ പോലെ ഒരിടത്തും ഒരു ബ്ലാക്ക് മാർക്ക് വരാൻ സമ്മതിക്കാതെ ഒരു എക്സാമ്പിൾഡ് പേഴ്സൺ, സലോമോനെ പോലെ ബുദ്ധിയുള്ളത്, ആൻഡ് സാമുവേലിനെ പോലെ വേദ്യയുടെ അടുത്ത് നിന്ന് വളർന്ന, ഈ ചെറുക്കനോ പെണ്ണോ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആകുന്ന അതുപോലുള്ള ഒരു ജനറേഷൻ എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 3 വർഷം വരെ പിള്ളമിന് 1 വർഷം പോലും ഞാൻ കൺസീവ് ചെയ്തില്ല. 3 വർഷമായപ്പോൾ ഞങ്ങൾ 5 ഹോസ്റ്റൽ തന്നെയാണ്, 5 സിസ്റ്റേഴ്സ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സഹോദരിയുടെ മേളില് ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി. ആ അനുഭവം ഇങ്ങനായിരുന്നു, ഈ ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ ഒരു അനുഭവമായിരുന്നു. അന്ന് ഐ തിങ്ക്, ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ അറിയാം, അന്നറിയത്തില്ലായിരുന്നു. ദൈവം എൻ്റെ സ്പിരിച്വൽ ഐസ് ഒന്ന് തുറന്നു. അന്ന് ആ പ്രൊഫസി ചെയ്ത ആ ജസ്സി, പുള്ളിക്കാരി UK യിലാണ്. പുള്ളിക്കാരി ഷി വാസ് നോട്ട് ഓൺ ദ ഫ്ലോർ, ഗ്രൗണ്ടിലല്ല, ഷി വാസ് ഇൻ ദ എയർ. ആൻഡ് ആ പ്രൊഫസി ചെയ്യുന്ന സമയത്ത്, ഞാൻ നിനക്കൊരു പുരുഷനെ തരും, അവൻ്റെ പേര് നീ ജോൺ പീറ്റർ എന്നിടണം, അതിൻ്റെ കൂടെ അവൻ എന്തുമായിരിക്കും, എങ്ങനായിരിക്കും അല്ല. അന്ന് 4 പ്രാവശ്യം പോലും കൺസീവ് പോലും ചെയ്തിട്ടില്ല. ആ സമയത്താണ് ഈ പ്രൊഫസി. ഞാൻ ബാപ്റ്റൈസ്ഡ് അല്ല, ടോട്ടലി കാത്തലിക് ഇതിലാണ്. ആ സമയത്താണ്. പക്ഷെ എന്നാൽ നീ ഇത് ആരോടും, നിന്റെ ഡയറിയിൽ നീ കുറിച്ചിടുക, ഞാൻ ജീവനുള്ള ദൈവമാണ് പറയുന്നത് ഇത്. എന്നാലിന് കാലതാമസമുണ്ട്, ആരോടും ഇത് ഷെയർ ചെയ്തില്ല. ഡയറിയിൽ കുറിച്ചിട്ട് 5 പേർക്ക് ഇതറിയാം കാര്യം. അങ്ങനെ ഞാനത് ഡയറിയിൽ കുറിച്ചിട്ടു, ആരോടും പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രൊഫസി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയി, അബോർഷനായി പോയി. സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആയി, അബോർഷനായി. തേർഡ് 6 വർഷം കഴിഞ്ഞപ്പോഴാണ് മൂത്ത മോൾ ക്രിസ്റ്റീന ഉണ്ടാകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവളുണ്ടായി. ഉടനെ 13 months കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് മോൾ ഉണ്ടായി. ഫസ്റ്റ് വൺ ടോട്ടലി പ്രാർത്ഥിച്ചുണ്ടായത്, ഒരു നോ മെഡിക്കൽ ഹെൽപ്പ് എത്തി. സെക്കൻഡ് വൺ ഉണ്ടായത് ഞാൻ ഒരിക്കലും 4 months കഴിയുമ്പോൾ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അന്നേരം അവൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ ക്രിട്ടിക്കലായി. ഈവൻ ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ ആയിട്ട് പോലും അവളെ വെളിയിലെടുക്കാൻ പറ്റുന്നില്ല.
അത്രയും ലോ ലൈൻ ആയിരുന്നു ചൈൽഡ്. ബിക്കോസ് സ്പൈനൽ അനസ്തീഷ്യ തരുന്നുണ്ട്, എന്തോ കാര്യങ്ങൾ നടക്കുന്നെന്നുള്ളതെല്ലാം നമുക്കറിയാം. അവർ ഡോക്ടേഴ്സ് ചെയ്യുന്നതും ഹോട്ടിയിലെ കാര്യങ്ങളെല്ലാം ശരിക്കും അറിയാം നമുക്ക്. അതും ഇത്രയും ലോ ലൈങ് ആയിരുന്നെങ്കിൽ അവളെ എടുക്കാൻ പറ്റുമില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി ഇതായിട്ടാണ് കുഞ്ഞിനെ എടുത്തപ്പോഴത്തേക്ക് ടോട്ടലി കുഞ്ഞ് അഴുക്കായി. അപ്പം പീഡിയാട്രിഷ്യൻസും ഗൈനക്കോളജിസ്റ്റും തമ്മിൽ ഒബ്സ്റ്ററ്റീഷ്യൻ തമ്മിൽ വഴക്കിടുക. ഒബ്സ്റ്ററ്റീഷ്യൻസ് പറയുന്നു പീഡിയാട്രിക്സാരെ കുഞ്ഞിനെ അഴുക്കാക്കി, പീഡിയാട്രിഷ്യൻസ് പറയുന്നു ഇവരെ അഴുക്കാക്കി. എന്നിട്ട് ഇനി കുഞ്ഞിനെ ICU കൊണ്ടുപോയി വെച്ചു. 3 ദിവസം വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത്. മീൻസ് കുഞ്ഞ് ക്രിട്ടിക്കലാ ബാഡാ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. 3-ാമത്തെ ദിവസം ഞങ്ങളുടെ ഒരു നെയ്ബർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭാബി ബച്ചി ऐसी है पता है ना आपको എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. അന്നേരം മൂത്ത മോളുണ്ടായപ്പോൾ ഹസ്ബൻഡ് ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഒത്തിരി സ്വീറ്റ്സ് മേടിച്ച് എല്ലായിടും ഡിസ്ട്രിബ്യൂട്ട് എല്ലാം ചെയ്യുന്നു. 2-ാമത്തെ വന്നപ്പം പുള്ളി ശാന്തമാണ്. ഞാൻ അന്നേരം പുള്ളിയോട് ഒരു ദിവസം ചോദിക്കുകയും ചെയ്തു ക്യാ ഹോ ഗയാ, പെങ്കൊച്ചായതാണോ ഈ സൈലന്റ് എന്നുള്ള. പുള്ളി പറഞ്ഞു നെയ്, ഇന്നത്തെ ലോകത്ത് ചെറുക്കനും പെണ്ണും എന്നുള്ളൊരു കാര്യമില്ല. ഒരു കുഞ്ഞൊരു നോർമൽ ആക്റ്റീവ് ചൈൽഡ് ആണോ, ദാറ്റ് ഇസ് ദ തിങ് വിച്ച് മാറ്റേഴ്സ്. സോ ദാറ്റ് ഈസ് നത്തിങ് ഇറ്റ്സ് എ ബോയ് ഓർ എ ഗേൾ. എന്നിട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ കൊച്ചു വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ ആ ബെഡേ കിടന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ആദ്യത്തെ ഞാൻ നിന്നോട് ചോദിച്ചു, നീ എനിക്ക് തന്നു. 2-ാമത്തെ ഞാൻ നിന്നോട് ചോദിച്ചില്ല. ഈ കുഞ്ഞിനെ നീ എനിക്കൊരു നോർമൽ ആക്റ്റീവ് ചൈൽഡായിട്ട് തരുവാണെങ്കിൽ ഐ ടെസ്റ്റിഫൈ അബൌട്ട് ദിസ് ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത്. എൻ്റെ ലാസ്റ്റ് ശ്വാസം വരെ ഞാൻ ഇതിനെക്കുറിച്ച് സാക്ഷീകരിക്കും. അന്ന് വൈകിട്ട് അത് നേരത്തെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിൽ നിന്ന് ബ്ലീഡിങ്, ടോട്ടലി ബ്ലൂ ചൈൽഡ്. ഡോക്ടേഴ്സ് പറയുന്നത് ഈവൻ ഇഫ് അവൾ റിക്കവർ ചെയ്താലും ഷുൾ മെന്റലി റിട്ടാർഡഡ് പോലായിരിക്കും. ബട്ട് ടുഡേ ഷീസ് എ ജേർണലിസ്റ്റ്. മെന്റലി റിട്ടാർഡഡ് പോലായിരിക്കും. അതുകൊണ്ട് ഇതില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ദൈവമേ, നീയാണ് എനിക്ക് തന്നത്, ഞാൻ നിന്നോട് ചോദിച്ചില്ല. നീ എനിക്ക് നോർമൽ ആക്റ്റീവ് ചൈൽഡ് അവളെ ആക്കി തരുവാണെങ്കിൽ ഐ ടെസ്റ്റിഫൈ അബൌട്ട് ദിസ് ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത്. അന്ന് വൈകിട്ട് കുഞ്ഞ് ഇംപ്രൂവ് ആവാൻ തുടങ്ങി. എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് ഒരു 1 ml ബ്രസ്റ്റ് മിൽക്ക് 9 ml വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് അവൾക്ക് അതിൽ നിന്ന് 1 ml ഫീഡ് കൊടുക്കാൻ തുടങ്ങി. അവള് അത് ഡൈജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ 10th ഡേ ഞങ്ങൾ അമ്മയും മകളും ഒരുമിച്ച് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് അവൾ വീക്കായിരുന്നു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കൂടെ അവളുടെ ജീവിതത്തിൽ മരണവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഇൻസിഡൻസ് വന്നു. അത് കഴിഞ്ഞ് അവൾക്ക് 2.5 വയസ്സായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്നെ ഡ്യൂട്ടിക്ക് വിടാനായിട്ട് ട്രെയിനിൽ കയറ്റാൻ പോകുമായിരുന്നു. അവൾ എൻ്റെ മടിയിലായിരുന്നു. അന്നേരം പിള്ളേർ കൊണ്ടുവിടാൻ വരും പുള്ളിയുടെ കൂടെ. അത് ഒരു സ്പീഡ് ബ്രേക്കറിൻ്റെ ഇതിൽ വന്ന് ഞങ്ങൾ 2 പേരും തെറിച്ചുപോയി. 3 പ്രാവശ്യം വരെ ഞാൻ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. 4-ാമത്തെ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഇതായിപ്പോയി. അവൾക്ക് ബ്രെയിൻ ഇഞ്ചുറിയും എല്ലാം ഒത്തിരിയായി. അന്നും ഡോക്ടേഴ്സ് പറഞ്ഞു ബ്രെയിൻ എഡീമ എല്ലാം ഉണ്ടായിരുന്നു. അന്നും പറഞ്ഞു അവളെ രക്ഷപ്പെടത്തില്ല. പക്ഷെ ഞാൻ കുഞ്ഞിനെ റോഡിൽ നിന്ന് എടുത്തുണ്ട്. ഞങ്ങളുടെ 2 പേരുടെ ശരീരത്തെ മൊത്തം സ്കിൻ പോയി എല്ലാമായി. ഇങ്ങനെ കുഞ്ഞിനെ എടുത്തുണ്ട്. ദൈവം എന്നോട് ആത്മാവ് സംസാരിച്ചു, मैं अपने भक्तों का हड्डी हड्डी का ख्याल रखता हूँ. ഞാൻ എൻ്റെ മക്കളുടെ ഓരോ എല്ലെല്ലിനെ, അതുകൊണ്ട് എനിക്കറിയാമായിരുന്നു അവർക്കൊന്നും പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് പിന്നെ ഹോസ്പിറ്റലിലെത്തി എന്നിട്ട് വരെ അവൾക്കൊന്നുമില്ലായിരുന്നു. അവിടെ എത്തി അവളെ സ്റ്റിച്ച് ഇവിടുത്തെ എല്ലാം ഇതായിരുന്നു. സ്റ്റിച്ച് ഇടാൻ തുടങ്ങിയുടനെ അവൾ ഒരു കരച്ചിൽ കരഞ്ഞു. അത്രയും നേരം വരെ റോഡിൽ നിന്ന് ഹോസ്പിറ്റൽ ഒന്നുമില്ലായിരുന്നു. പിന്നെ അവൾ സ്ലോലി റിക്കവർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവൾ 12th അവൾക്ക് ഡെങ്കു വന്നു. ആ സമയത്തും അവളെ ഞാൻ ശുശ്രൂഷിച്ചത് ഒരു പുതിയതായിട്ട് ജനിച്ച ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ ഡിപ്പെൻഡൻറ്റ്, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഒത്തിരി കുറഞ്ഞു. ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ് ആകുമല്ലായിരുന്നു.
പക്ഷെ ആ സമയത്ത് ഒരു ദേവദാസൻ അവിടെ വന്നു. പുള്ളി പാസ്റ്റർ അൽഫ്ലൂക്കായുടെ മിനിസ്ട്രി ഹൈദരാബാദിലുണ്ടായിരുന്നു. ആ ഹൈദരാബാദിൽ നിന്ന് പുള്ളിക്കാരൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വന്നപ്പം അവിടുന്ന് പ്രെയർ ഓയിലൊക്കെ കൊണ്ടുവന്നായിരുന്നു. എങ്ങനോ ബറാഖ മിനിസ്ട്രിയിൽ ഞാൻ ഒരു പ്രാവശ്യം പോയായിരുന്നു, ഒരു 10 days ആ സമയത്ത് പരിചയപ്പെട്ടായിരുന്നു. കടലിൽ പുള്ളിക്കാരുടെ ഫോൺ വരുന്നു, പുള്ളിക്കാരൻ വീട്ടിൽ വരുന്നു. എന്നിട്ട് പുള്ളിക്കാരനെ കൊണ്ട് ലൈഫിൻ്റെ അകത്ത് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അവള് അതിൽ നിന്നും വെളി വന്നു. ടോട്ടലി ഡൗൺ ആയിട്ട്, ടോട്ടലി എല്ലാവരും ഹോപ്പ് കളഞ്ഞിട്ട് അതിൽ നിന്ന് അവൾ തിരിച്ചു വന്നു. അതിൻ്റെ മുന്നേ ചെറിയ സമയത്ത് അവൾക്ക് 3 വയസ്സ് വരെ അവൾക്ക് വായിക്കാൻ പറ്റത്തില്ലായിരുന്നു, ജോയിന്റ് ലെറ്റർ. ആ സമയത്തെല്ലാം ഞാൻ ഇരുത്തി ത്രൂ ഔട്ട് വൈകിട്ട് ബൈബിൾ വായിക്കും, പോയിന്റ് ചെയ്ത് കൊടുക്കും. അവൾ പറയും AN, ഞാൻ പറഞ്ഞു കൊടുക്കും ആൻ, THE, ദി. അങ്ങനെ ഈ 3ാം ക്ലാസ് വരെ ടീച്ചേഴ്സിനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുമായിരുന്നു. 3ാം ക്ലാസ്സിൻ്റെ എൻഡ് ആയപ്പോഴത്തേക്ക് ഷി സ്റ്റാർട്ടഡ് റിക്കവറിങ്, മീൻസ് ഇംപ്രൂവ്മെൻറ്റ് കാണാൻ തുടങ്ങി. ആൻഡ് ടുഡേ ഏഷ്യൻ ഇൻ്റർനാഷണൽ ഏജൻസിയിൽ ഈസ് എ ജേർണലിസ്റ്റ്. ദൈവം അങ്ങനെ ഇന്ന് നമ്മുടെ ഡൽഹിയിലുള്ള ചാണ്ടി പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് അവൾ പോകുന്നത്. അങ്ങനെ ദൈവം അവളെ ഇത് ചെയ്തു. പിന്നെ മോൻ, അന്നേരം ആ സമയങ്ങളിലൊക്കെ പലരും പറയുമായിരുന്നു 2 പെൺപിള്ളേർ കഴിഞ്ഞ് നിർത്തിയില്ല, സോ ആൺകൊച്ചു വേണ്ടിയിട്ടാന്നുള്ളത്. പക്ഷെ നമുക്കെല്ലാവരോടും പറയാൻ പറ്റത്തില്ലല്ലോ, അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് അവിടെ കൊണ്ടായിരുന്നു. അന്നേരം ഞാൻ എങ്ങനെ ഈ കുഞ്ഞു പിന്നിങ്ങനെ ആയിരുന്നുകൊണ്ട് ആരും ഒരു ലൈഗേഷൻ അല്ല ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടോ കാര്യങ്ങളും സംസാരിച്ചില്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രോമിസ് അവിടെ കിടക്കുന്നുണ്ട്. 2005 99 മൂത്ത മോളുണ്ടായി, 2001 രണ്ടാമത്തെ മോളുണ്ടായി. ആ 96 പ്രൊഫസി ഉണ്ടായത്. 2005 ഒക്ടോബറിൽ മോൻ ജനിക്കുന്നു. മോൻ ജനിച്ച സമയത്ത് ഹസ്ബൻഡിനോട് പറയണമല്ലോ, അന്ന് ഞങ്ങൾ കാത്തലിക് ഇതില്ല, അവൻ്റെ ബാപ്റ്റിസം പ്ലാൻ ചെയ്തു, പേരിടണം. പുള്ളിയോട് പറയുക ഈ പേരെന്താ പറയട്ടെ, നീ വല്ലോ ചിന്തിക്കുക എന്നും പറഞ്ഞിട്ട് ചർച്ചിലെ പേരിടണ്ടേ. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഞാനെന്നാ ഡയറിയൊക്കെ സൂക്ഷിച്ചിരിപ്പുണ്ട്. അന്നേരം ആ ഡയറി പുള്ളിയെ കൊണ്ട് എടുപ്പിച്ചു. മേളിലിങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. വീട് കുറവാ, ജോയിൻറ്റ് ഫാമിലിയാ, സ്ഥലം കുറവാതുകൊണ്ട് മേളിലിങ്ങനെ മാറ്റാതെ ഞാൻ എടുപ്പിച്ചു പുള്ളിയെ കൊണ്ട്. എന്നിട്ട് തുറന്നങ്ങ് കൊടുത്തു. ഒന്നും മിണ്ടിയില്ല. അതിൻ്റെ മുന്നിലത്തെ രാത്രി എൻ്റെ പിള്ളേരെ 2ഉമായിട്ട്, അനിയനും ഫാമിലിയും ഇവരെ 2ഉമായിട്ട് അവർ കറങ്ങാൻ പോയിരിക്കുമായിരുന്നു. കറങ്ങിയിട്ട് തിരിച്ചു വരാൻ നേരം മൂത്ത മോള്, അന്ന് അവൾക്ക് 5.5 വയസ്സാണ്, അവളിങ്ങനെ കളിച്ച് അകത്തോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, മമ്മി അന്ന് ഇവനെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ആശിഷ് എന്നാണ്. മമ്മി അപ്പൻ ആശിഷ് ഖാൻ നാം ജോൺ റക്തേക്ക്. ഞാൻ പറഞ്ഞു എന്തോ പറഞ്ഞു? ഹാ മമ്മി, अपन आशीष का नाम जॉन रखते क्या? ദൈവം പറഞ്ഞവര് ജോൺ പീറ്റർ എന്നായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞ് വന്ന് പറയുവാണ്, മമ്മി നമുക്ക് അവൻ്റെ പേര് ജോൺ എന്ന് വെക്കാമെന്ന്. ദൈവം ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് അത് കൺഫേം ചെയ്യിപ്പിച്ചു, ദിസ് ഇസ് ദാറ്റ് ചൈൽഡ്. ദൈവം ജോൺ പീറ്റർ എന്ന് പറഞ്ഞത് ജോൺ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ഇറക്കി. അതിൽ നിന്ന് സംശയങ്ങളെല്ലാം പോയി. പിറ്റേ ദിവസം ഹസ്ബൻഡ് പറഞ്ഞോട് ഞാൻ പറഞ്ഞു ഇന്ന ഡയറി എടുക്കാൻ പറഞ്ഞു. ആ ഡയറി പുള്ളി എടുത്തിട്ട് ഞാൻ അങ്ങ് തുറന്ന് കൊടുത്തു. എനിക്ക് പേടിയാ, പുള്ളി എങ്ങനെ എടുക്കും എനിക്കറിയില്ല, പുള്ളി എങ്ങനെ അത് എടുക്കാൻ പോകുന്നെന്നുള്ള. ഇഫ് ഹീസ് ഗോയിങ് ടു അക്സെപ്റ്റ് ഇറ്റ് ഓർ എനിക്കറിയത്തില്ല. ഞാനത് എടുത്തിട്ട് പുള്ളിക്കാരൻ്റെ എല്ലാം തുറന്നങ്ങ് കൊടുത്തു. സേവ് ചെയ്തേക്കൊന്നും പറഞ്ഞുണ്ട്. അതായത് ഞാൻ ആ ജോൺ പീറ്റർ എന്നുള്ള ഡാർക്കായിട്ട് അണ്ടർലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എഴുതിയ സമയത്ത് ഡാർക്കായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ല. പുള്ളി അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, സജി ഭാഷ ഇന്ന് വൈകിട്ടല്ലേ ബാപ്റ്റിസം, അന്നേരം അച്ഛൻ ചോദിക്കും പേരെന്തോ ഇടണ്ടേന്ന്. അത് സാധാരണ നമ്മൾ വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും ഒക്കെ പേരാണ് ഈ പള്ളിയിലിടുന്നത്. പക്ഷെ അന്ന് പുള്ളി അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അന്നേരം
അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സജി അച്ഛൻ ചോദിക്കുമ്പോൾ പറയണം ജോൺ പീറ്റർ എന്ന പേരുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞു സജി നിനക്ക് ഓർമ്മയുണ്ടോ എന്തോ ഞാൻ പറഞ്ഞ എന്തോ പേരിന്റെ പേര് പറഞ്ഞു. ജോൺ അച്ഛൻ ചോദിക്കുമ്പോൾ ജോൺ പീറ്റർ എന്ന് പറയണം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഹൗ എവറിത്തിങ് എല്ലാം ദൈവത്തിന്റെ കൺട്രോളിലാണ്, നമ്മുടെ കൺട്രോളിലല്ല. എന്നിട്ട് പിറ്റേ ദിവസം ബാപ്റ്റിസം കഴിഞ്ഞ പിറ്റേ ദിവസം പുള്ളിയുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നു, ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിയുടെ. എന്നിട്ട് ഒന്ന് ജോൺ तो आएगा क्या तेरे को मैं चाय पिलाता हूं പറഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചു. എന്നിട്ട് ഈ കഥ പുള്ളിക്കാരനോട് ഷെയർ ചെയ്യും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി സംഹൗ എവിടേക്കോ ദൈവം ഒരു വർക്ക് ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി, പിള്ളേര് വളരാൻ തുടങ്ങി. അന്നേരം ദൈവം, ഞാൻ ഒത്തിരി സമയയുടെ കൺവേർഷന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ദൈവം പറയും നീ ആ പ്രാർത്ഥിക്കാൻ വിട, ബിക്കോസ് പിള്ളേരുടെ കാലത്തെ വരത്തുള്ളൂ, പിള്ളേരുടെ കാലത്തെ സംഭവിക്കാൻ പോകുന്നുള്ളൂ, അതുകൊണ്ട് നീ അത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ എനിക്കിതായിരുന്നു, എനിക്ക് ദൈവവേല ചെയ്യണം, പുള്ളി ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയുടെ പെർമിഷൻ ഇല്ലാതെ ഇറങ്ങിയാലോ പോയാലോ വീട്ടിൽ പിന്നെ യുദ്ധമായിരിക്കും. അതുകൊണ്ട് പുള്ളി വരണം, സോ ദാറ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ഫ്രീലി ഐ ക്യാൻ ഡു ദ വർക്ക് ഓഫ് ഗോഡ്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. പിള്ളേരുടെ കാലം വന്നു. മൂത്ത മോള് 12-ലായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. 12 വരെ പഠിക്കാനൊക്കെ സംബന്ധത്തിൽ പിള്ളേർ വെളിയിൽ പോകുമ്പം അവർക്ക് ട്രൂത്ത് അറിയത്തില്ല, എങ്ങനായിരിക്കും. ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഈ ഗോഡ് ചാനൽ ഓൺ ചെയ്ത് നോക്കും എപ്പോഴും. എവിടെങ്കിലും എന്തെങ്കിലും കയറി എവിടെങ്കിലും ഇവർ പിള്ളേരുടെയൊക്കെ മനസ്സ് ഹിറ്റ് ചെയ്യണം. ദേ ഷുഡ് നോ ദ ലവ് ഓഫ് ഗോഡ്. അവർ പറയുന്നുണ്ട് ഒരു ഫലവുമില്ല. ഇവരിപ്പോ പറയുന്ന മമ്മി പുറാണി ജമാനിക്കുക, പഴയ കാലത്തെയാ എന്നാണ് ഇവരുടെയൊക്കെ മനസ്സിൽ. പക്ഷെ അവള് 12-ലായിരുന്നപ്പോൾ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചു. 2 ദിവസം ഞങ്ങളുടെ ചർച്ച് സർവീസില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു നീസ് മർത്തോമാക്കാര, പക്ഷെ ഇവള് മാത്രം ഏജ് ചർച്ചിൽ പോകുന്നു, ഇവള് മാത്രം. അവള് വന്നിട്ട് പറഞ്ഞു, ഹസ്ബൻഡിനോട് ചോദിച്ചു, മോസ ഞാൻ പിള്ളേരെ കൊണ്ട് ചർച്ചിൽ പോട്ടെ, ഇനി അവിടുത്തെ ചർച്ചില്ലല്ലോ, ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ അവള് വന്ന് പിള്ളേരെ കൊണ്ട് ഏജ് ചർച്ചിൽ പോയി. ഏജ് ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുമ്പം അവരോളെന്ന് പറഞ്ഞു, പപ്പ നോ ടേണിംഗ് ബാക്ക്, ഇനി ഞങ്ങൾ ഇവിടെ എത്തുള്ളൂ. അവിടെ മലയാളം ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, ഞങ്ങളെ ഒന്നും പഠിപ്പിക്കത്തില്ല, വെറും ഓരോ പുസ്തകങ്ങളുണ്ട്. നീന് ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. പപ്പയ്ക്കോ ഞങ്ങളില്ല. അങ്ങനെ ആയപ്പം പിന്നെ പിള്ളേരോട് പാൻ തുടങ്ങി. കുറേ സമയം ഞങ്ങൾ രണ്ടുപേരും എങ്ങും പോകുന്നില്ല, അച്ഛന്മാർ വീട്ടിൽ വരുന്നു, എല്ലാം നടക്കുന്നു. അതിനിട്ട് പിള്ളേരോട് പാൻ തുടങ്ങി. കുറച്ചുനാൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരനറിയാം എൻ്റെ ഫെയ്ത്ത്, ഞാൻ അതിലോട്ട് ഇതാകുന്നില്ല, പേരിന് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത്. ആ സമയത്ത് പുള്ളി പിന്നെ എന്നോട് പറഞ്ഞു, നീ എന്തിനോട് ചുമ്മാതിരിക്കുന്നത്, നീയും പോ. അങ്ങനെ പുള്ളി എന്നെ കൊണ്ട് വിടാൻ തുടങ്ങി. അന്നേരം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഗോഡ് ബ്ലെസ് യു, ഇതും ഒരു മിനിസ്ട്രിയാണ് ദൈവത്തിന്റെ, വരണ്ട, കൊണ്ടുവിടുന്നത് ഒരു മിനിസ്ട്രിയാണ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് അങ്ങ് ചെറുവ് എനിക്ക് പോകാൻ കിട്ടിയല്ലോ. അങ്ങനെ പെയ്യെ കുറച്ച് സമയം പുള്ളിയും വരാൻ തുടങ്ങി. അങ്ങനെ ജൂലൈ 26, 2024 അതിന് മൂത്ത മോള് ഫിലിപ്പീൻസിൽ പോയി മെഡിസിൻ പഠിക്കാൻ. അതും ദൈവമായൊരു ആലോചന പറഞ്ഞായിരുന്നു. എൻ്റെ ഒരു മദർ, ഹെവൻലി മദർ എന്ന് പറയുന്നത് കേരളത്തിലുണ്ട്, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അടൂർ കടമ്പനാട് കണ്ടിട്ടില്ല ഇന്ന് വരെ, വെറും ടെലിഫോണിൽ കോണ്ടാക്ട്സേ ഉള്ളൂ. അന്നേരം ഒരു ദിവസം ഞാൻ അമ്മയെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത്, കുറച്ച് ദൈവാത്മാവ് എന്നെ ഭയങ്കര ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഈ ഫോൺ വെക്കല്ലേ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആന്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എടി ഞാൻ മരിച്ചു പോകുമായിരിക്കും, പക്ഷെ നീ എഴുതി വെച്ചോണം, നിന്റെ 3 പിള്ളേർ, ഒരാൾ മെഡിക്കൽ മിഷണറി ആയിരിക്കും, ഒരാൾ മെഡിക്കൽ ആരാന്ന് എനിക്ക് അറിയത്തില്ല, എന്നാൽ ഒരാൾ മെഡിക്കൽ മിഷണറി ആയിരിക്കും. ആ ഒരു ഇതായിരുന്നു. ഞാൻ ഐ റിസീവ്ഡ് ഇറ്റ്. അങ്ങനെ ഇവള് മാത്രമായിരുന്നു സയൻസ് എടുത്ത്. അങ്ങനെ ഞാൻ നീറ്റിന്റെ കോച്ചിങ്ങിന് വിടാനോ ഒന്നിനും വെയിറ്റ് ചെയ്തില്ല, പ്രാർത്ഥിച്ചു. ദൈവ അടയാളങ്ങളാൽ ഫിലിപ്പീൻസിനെ ഉറപ്പിച്ചു. ഇതുപോലെ അവിടോട്ട് വിടാനായിട്ടുള്ള സ്റ്റെപ്സ് ഇത് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞ്
ഇവർക്ക് കിട്ടിയ അവിടെ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അവളുടെ ലൈഫിൽ. പക്ഷെ അവൾ പോകാൻ തുടങ്ങിയത് ഫിലിപ്പീൻസ് ചർച്ച് ഓഫ് ഗോഡ്. അവിടുന്ന് ഒരു കോളേജിന്റെ കുറച്ച് ദിവസത്തെ അവധിയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ക്യാമ്പ് അവർ ഓർഗനൈസ് ചെയ്തു. അവിടുന്ന് കുറെ 5 മണിക്കൂർ വഴിയുള്ള അവിടെ ഇവിടും പോയി. അന്നേരം അവിടുത്തെ ഫിലിപ്പീൻസിൽ അവരെ ഞങ്ങളെ ഫോൺ ചെയ്തു ഗാർഡൻ പെർമിഷൻ മേടിക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ പെർമിറ്റ് ചെയ്തു. പൊക്കോട്ടെ, കൊണ്ടുപോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഗാർഡിയൻ ആയിരിക്കും. അവർക്ക് അന്നേരം ഫോണൊന്നും ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ അലൗഡ് അല്ല. അന്നേരം ഈ ചർച്ചിലെ ഈ മെമ്പേഴ്സ് ഞങ്ങളെ ഫോൺ ചെയ്ത് ഇവളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം തരും. അവള് മാത്രമേ ഉള്ളൂ ഇന്ത്യന്, പക്ഷെ ഞങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്ന പിള്ളേരുടെ കൂടെ അവൾ ഇട്ടേക്കുന്നു. ഈസ് കംഫർട്ടബിൾ, അവൾ ഫുഡിനോടും എല്ലാത്തിനോടും അവൾ അഡ്ജസ്റ്റ് ആയി, ഷീസ് ഹാപ്പി. അവർ ഞങ്ങൾക്ക് മെസ്സേജ് തന്നുകൊണ്ടിരിക്കും. ഇവള് പോയി അവിടെ. ആ സമയത്ത് ദൈവം അവളെ ദർശനം കാണിച്ച് അങ്ങനെ അവളുടെ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും അവിടെ വെച്ച് അവള് ബാപ്റ്റിസം എടുത്ത് ദൈവം കാണിച്ചു. ഒരാൾ ഒരു റിവർ ഇങ്ങനെ പോകുന്നു, തിളങ്ങുന്ന വെള്ളം, അതിലൊരു വൈറ്റ് കംപ്ലീറ്റ് ഡ്രസ് ഇട്ടിരിക്കുന്ന ഒരാൾ, ഫേസ് മൊത്തം ഒന്ന് ഭയങ്കര പ്രകാശം വരുന്നു. എന്നിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഇവളത് ശരിക്ക് കാണുകയും പിന്നെ അതങ്ങ് മാഞ്ഞുപോയി. അന്നേരം എന്നിട്ട് പിറ്റേ ദിവസം ബാപ്റ്റിസം ആർക്കെടുക്കണം, പേര് കൊടുക്കണം, അതിനൊന്നും മമ്മി എനിക്ക് അറിയത്തില്ല, എന്നെ ആരോ തെള്ളിക്കൊണ്ട് പോയി. അങ്ങനെ അവളെ ദർശനത്തിൽ ഉറപ്പിച്ച് അവള് സ്നാനപ്പെട്ടു. അവള് അവിടുന്ന് ബലപ്പെട്ടാ വന്നത്. അപ്പൊ അവളവിടെ ഉള്ള ഈ അഷറിങ്ങും വർഷിപ്പും എല്ലാത്തിനും വേണ്ടി അവളെ ട്രെയിൻ ചെയ്തു. ഷീസ് എ ഗുഡ് സിംഗർ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരുടെ കൂടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം എനിക്ക് അതിൻ്റെ ഇടയിൽ ദൈവം ഒരു സ്പിരിച്വൽ സണ്ണിനെ തന്നു. ഈസ് എ പാസ്റ്റർ. മൂത്ത മോളെക്കാട്ടി 2 വയസ്സ് മൂത്തത് അവന്. അത് ദൈവം അവൻ്റെ മനസ്സിൽ എന്തോ ക്രിയേറ്റ് ചെയ്ത് ഹി സ്റ്റാർട്ടഡ്. പുള്ളിക്കാരൻ നഴ്സിംഗ് ചെയ്തതാണ്. അവിടെ ജോലിക്ക് വേണ്ടി വന്ന അട്രാക്ഷൻ എന്നോട് തോന്നി. ദൈവത്തോട് സംസാരിച്ചു. 10 വയസ്സ് മുതൽ പുള്ളിക്കാരൻ അനോയിറ്റഡ് ആണ്. അങ്ങനെ ദൈവം പറഞ്ഞു, പുള്ളി ദൈവത്തോട് ചോദിച്ചു, നീ എന്നെ മാഡത്തിനോട് എന്തിനാ കണക്ട് ചെയ്ത, എന്തോ നിന്റെ ഉദ്ദേശം ഇതിലുണ്ട്, ടെൽമി, എന്നോട് പറ എന്നും പറഞ്ഞോണ്ട്. അങ്ങനെ ദൈവം സംസാരിച്ചു. പുള്ളിയുടെ സ്പിരിച്വൽ മദറായിരുന്നു ലീല കുഞ്ഞാരി. അവർക്ക് കൂടാണ് അവര് വിശ്വാസത്തിൽ വന്നത്. പറഞ്ഞു, എൻ്റെ മകൾ ലീല കുഞ്ഞാലിയുടെ സമയശേഷം ഇവളായിരിക്കും നിന്റെ ആ സ്പിരിച്വൽ മദർ. അങ്ങനെ വന്ന കാര്യങ്ങൾ എന്നോട് പറയാനും ആ സമയം മുതൽ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കാനും, പിന്നെ സഞ്ചാൻ ഇങ്ങനെ ഓരോ പാസ്റ്റേഴ്സിനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ഒരു അനലിസ്റ്റാണ്. അങ്ങനെ ഒരു ദിവസം ആശിഷ് വന്നപ്പം, പാസ്റ്റർ ആശിഷ് ആചാര്യ എന്ന പേര്, ആശിഷ് വന്നപ്പം ചോദിച്ചു, ബേട്ടാ നീ എനിക്ക് സ്നാനം തരാമോ? ഞാൻ എപ്പോഴും ഇവനോടടുത്ത് വാക്കറിനാരെ, നീ പറ. അമ്മ വെയിറ്റ്, അമ്മച്ചി വെയിറ്റ്, ദൈവം എല്ലാം ചെയ്യുന്നുണ്ട്, സമയം വന്നു, തന്നെ പറയും, ഇങ്ങോട്ട് മിണ്ടാതിരിപ്പം. എന്നിട്ട് ഒരു ദിവസം പുള്ളി തന്നെ ചോദിച്ചു, ആശിഷ് ബേട്ടാ നീ എനിക്ക് സ്നാനം തരാമോ? അങ്ങനെ പിന്നെ അതിൻ്റെ മുന്നേ അപ്പൻ മോനോട് ചോദിച്ചു, പൂനെ പഠിക്കുന്ന മോനോട് ചോദിച്ചു, നമുക്ക് നീ വെക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാപ്റ്റിസം എടുക്കാം. അപ്പ അങ്ങനെ ഇളയ മോളും മോനും പുള്ളിയും കൂടെ ഒരുമിച്ച് ആശിഷ് വന്ന് ക്ലാസ്സസ് എടുക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ്സസ് എടുത്ത് അവർ 3 പേരോട് ഒരുമിച്ച് സ്നാനപ്പെട്ടു ജൂലൈ 26, 2024. അങ്ങനെ ഇന്ന് ഞങ്ങൾ കംപ്ലീറ്റ് ഫാമിലി ഇതിൽ, പിന്നെ ഇന്ന് മിനിസ്ട്രി സംബന്ധമായ എല്ലാ കാര്യത്തിലും പുള്ളി എൻ്റെ ഒപ്പം ഓടുന്നു. അതുപോലെ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പെർസിക്യൂഷൻ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, എല്ലാ കാര്യത്തിനും ഇന്ന് പുള്ളി മുന്നിലോട്ട് ഓടുന്നു. പോലീസുകാരോട് സംസാരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, അവരെ ഇറക്കിക്കൊണ്ട് വരുന്നു. അവരുടെ മേളിൽ ഏതൊക്കെ നോളജ് പുള്ളിയുടെ മുന്നിൽ വരുന്നു, അങ്ങനെ ആ ലെവലിലുള്ള ദൈവവേല പുള്ളി ചെയ്യുന്നു. പിന്നെ ഫുൾ സപ്പോർട്ട് ആസ് എ ഫാമിലി ആയിട്ട് ഇന്ന് ഞങ്ങൾ നീങ്ങുന്ന ഒത്തിരി ആഗ്രഹമുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി. ഒത്തിരി അനുഭവങ്ങളാണ്, ദൈവമായിട്ടുള്ള പേഴ്സണൽ അനുഭവങ്ങൾ. ദൈവം ഇങ്ങോട്ട് ഇത്രയും സ്നേഹിച്ചു ആ ദൈവത്തെ നിന്നെ വിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ദ ഹോൾ ഫാമിലി ഷുഡ് സെർവ് ദ ലോർഡ്. അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ 2ാമത്തെ വരവ് വരെ എല്ലാവരും ഒരുമിച്ച് വി ഷുഡ് സെർവ് ദ ലോർഡ്. ജോഷ പറയുന്ന പോലെ, me and my family we will
serve the Lord. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആങ്ങള സ്റ്റാൻലി, എൻ്റെ ഓൺ ബ്രദർ, പുള്ളിയിൽ ഒത്തിരി ബ്ലാക്ക് മാജിക്സ് ഒക്കെ ചെയ്ത് ഒത്തിരി ഒരു ദൈവനെ ഒരു സ്വപ്നം ഞാൻ എപ്പോഴും കാണുമായിരുന്നു. ഒരു രഥം, ആ രഥത്തില് ഞാനും അവനും ഉണ്ട്. എന്നെ കെട്ടിയിരിക്കുന്ന തിൻ കയറുകൾ കൊണ്ടാണ്, ഒന്നുമില്ലാതെ തിൻ കയറുകൾ കൊണ്ട് എന്നെ കെട്ടി വെച്ചേക്കുന്നു. എന്നിട്ട് അവന് ഒരു കംപ്ലീറ്റ് കറുത്ത തുണി കൊണ്ട് ഇങ്ങനെ മൂടിയൊക്കെ മുസ്ലിംസ് ഇടുന്ന അതുപോലെ, അതിനകത്ത് ഒരു പൊട്ട് വെളിച്ചത്തിന്റെ ഒരു ഇതുണ്ട്, ബാക്കിയെല്ലാം ടോട്ടലി ഡാർക്ക്. ആ ഒരു സ്വപ്നം ദൈവം എപ്പോഴും കാണിക്കുമായിരുന്നു. എനിക്കെന്റെ മീനിങ് അറിയത്തില്ലായിരുന്നു എന്താന്നുള്ളത്. പിന്നെ അവന്റെ കല്യാണ കാര്യങ്ങൾക്കൊക്കെ മോൻ ആരും അവന് പെണ്ണ് തരാൻ തയ്യാറില്ല. അവനൊരു പഠിത്തമില്ല, അവനൊരു സ്കിൽസ് ഇല്ല, എന്തോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ഇപ്പം പക്ഷെ അവൻ സെറ്റിലാകാതെ എനിക്ക് സമാധാനമില്ല എൻ്റെ ജീവിതത്തിൽ. കേരളീത്തങ്ങൾ രണ്ടുപേരും നല്ലവണ്ണം സെറ്റിൽഡായി. അവൻ്റെ ലൈഫ് ആകാൻ എനിക്ക് സമാധാനമില്ല കാര്യങ്ങളില്ല. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ അവൻ സെറ്റ്, ഞാൻ എങ്ങനെ നിന്റെ നാമം മഹത്വപ്പെടുത്തും, ഞാൻ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ആയപ്പം ഇതിനു വേണ്ടി ഏത് കല്യാണം ആലോചിച്ചാലും ആരും പെണ്ണേരാൻ റെഡിയല്ല. പലരും ചോദ്യമുണ്ട്, സമ്പത്തുണ്ട്, അവൻ്റെ സ്കിൽസ് എന്തോ ഉണ്ട്, അവനൊന്നുമില്ല, ഇങ്ങനെ ഞങ്ങൾ തരും. അതായിരുന്നു വരുന്നത്. അങ്ങനെ ആയപ്പം ദൈവം ഒരാൻറ്റി ഒരു ആലോചന കൊണ്ടുവന്ന് അവർ ആ പെണ്ണിൻ്റെ വീട്ടുകാരെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ആൻറ്റി എന്നോട് പറഞ്ഞു, ഈ മോളെ ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞിലെ മുതൽ അറിയുന്ന ആൻറ്റി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സൂസൻ എന്നും പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞു. പുള്ളിക്കാരുടെ സൂസാമ്മ ഷാമ്യലിനകത്ത് ടെസ്റ്റിമോണി വന്നിട്ടുണ്ട്. പുള്ളിക്കാരുടെ എനിക്ക് പേര് സൂസൻ എന്നാന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇതും എനിക്ക് അറിയത്തില്ല. നീ എങ്ങനെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാൻ നിനക്ക് പറ്റിയാൽ അവര് ഏറ്റെടുത്ത് എല്ലാം ഇതാക്കുന്നുള്ളത്. അങ്ങനെ എൻ്റെ സെർച്ച് സ്റ്റാർട്ടായി അവരെ പറ്റി. എനിക്കറിയത്തില്ല. ഇനി ദൈവം അതും ഞങ്ങളെ കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ആയാലും, ബിക്കോസ് വി വർ വറീഡ്, പുള്ളിക്കാരനായാലും അവനെ കുറിച്ച് ഒത്തിരി വറീസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഈ ഡിഡ്ന്റ് ഗെറ്റ് എനി പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. അതിൽ അവനായിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ തന്നെ പാസ്റ്ററിനെ ആദ്യം അവൻ താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഭാരമായി. അങ്ങനെ പാസ്റ്റർ എല്ലാ തേഴ്സ്ഡേയും അവിടെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനൊറ്റയ്ക്കാണ്, പാസ്റ്ററും ചിലപ്പോൾ രണ്ടുപേരും പോകും, ചിലപ്പോഴൊക്കെ ഞാനും പോകും. അങ്ങനെ ഞങ്ങളുടെ കണ്ടിന്യൂസ് പ്രാർത്ഥന നടത്താൻ തുടങ്ങി. അങ്ങനെ ആ കണ്ടിന്യൂസ് പ്രാർത്ഥന തുടങ്ങിയപ്പോഴത്തേക്ക് പല ബന്ധനങ്ങൾ പൊട്ടി 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 മാറാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയൊരു കാര്യം അവൻ്റെ ജീവിതത്തിൽ നടന്നു. അവന് മലയാളിയല്ല, ഇവിടുത്തെ ചെറുമറി എന്ന് പറയുന്ന സ്ഥലത്തൊരു പെൺകൊച്ചാണ്. അവരും മറ്റ് ധർമ്മത്തിൽ നിന്ന് വന്നവർ. അവിടെ ആങ്ങളെ ഇന്ന് PhD ഇൻ തിയോളജിയാണ്. PG വർഗീസ് പാസ്റ്ററിന്റെ അവിടെ ചെറുമറിയിലെ ഇതിലാണ്, ആ ചർച്ചിനോടാണ് അവർ കണക്റ്റഡ്. അവിടെ ആങ്ങള, അവരുടെ വീട്ടിൽ നിന്ന് അവിടെ മൂത്താങ്ങള അവളെക്കാട്ടി ഇളയത് പാസ്റ്റർ ബസന്ത് സിംഗ് എന്ന് പറഞ്ഞോണ്ട് നീ കാലിഫോർണിയയിലാണ് PhD ചെയ്യാൻ കാലിഫോർണിയ പോയത്. നമ്മുടെ നാട്ടിൽ നിന്ന് MD എടുത്തത്, MD അത് നമ്മുടെ നാട്ടിൽ കോട്ടയത്തു നിന്ന്. പിന്നെ ദെഹ്റാദൂനിൽ നിന്ന് MD ചെയ്തു. അവിടുന്ന് പിന്നെ ഇപ്പം തിയോളജി PhD ഇൻ തിയോളജി ചെയ്യാൻ കാലിഫോർണിയ പോയി. അവിടെ ഇന്ന് 2 ആങ്ങളമാർ അവിടെ സ്റ്റേറ്റ്സിലാണ്. അനിയനും സുശേഷ വേലയെല്ലാം. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ഞങ്ങൾക്ക് അവന് ടോട്ടൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവൻ്റെ പ്രോപ്പർട്ടി എന്തോ ആണെന്നോ അവൻ എങ്ങനെയാണെന്നോ എന്തോ ആണെന്നോ ഒന്നുമല്ല. അവർ പറയുന്ന ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, നീ ഡെയിലി മുട്ടുകാലായിരുന്നു പ്രാർത്ഥിക്കുക, നീ എങ്ങനെ കുടുംബത്തെ കൊണ്ടുപോകേണ്ടത്, ചേച്ചിയും കുടുംബം അവരെ എങ്ങനെ നീ നോക്കണം, സ്റ്റെപ്പ് മദറാണ് ശരിയാ, അമ്മ എങ്ങനെ നോക്കണം, എന്തോ പറഞ്ഞോട്ടെ, നീ ചുമ്മാ ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ആരും അന്വേഷിച്ചു തരാൻ പോകാതെ ഒരു ഭയങ്കര ബന്ധം ദൈവം കൊണ്ടുതന്നു. ഒരു മകനുണ്ട്, അവന് 7 വയസ്സായി. അങ്ങനെ ദൈവം പല 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 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു. ബട്ട് ദാറ്റ് വാസ് എ പ്ലസന്റ് എക്സ്പീരിയൻസ്. ഡൽഹിയിലേതും
ചെന്നൈ പോയി. അവിടെ സ്റ്റെല്ല ദിനകരൻ ആൻറ്റിയുമായിട്ട് ഡയറക്റ്റ് കാണാൻ പറ്റി. പുള്ളിക്കാരിയുമായിട്ടുള്ള പ്രാർത്ഥിക്കാൻ പറ്റി. പോൾ ദിനകരൻ, സാം ദിനകരനുമായിട്ടൊക്കെ കാണാൻ പറ്റി. ദാറ്റ് വാസ് ഓൾ എ പ്ലസന്റ് എക്സ്പീരിയൻസ്. അതുപോലെ അങ്കിൾ ദിനകരൻ്റെ മെമ്മോറിയൽ, അതിൽ അവരുടെ ഇംഗ്ലീഷ് വർഷിപ്പിൽ പോയി എനിക്ക് ഭാഷ്യം പറയാൻ പറ്റി. ചെന്നൈ മെയിൻ അവിടെ ആണെങ്കിലും അവിടെയും ഒരു ഡിവോഷൻ എടുക്കാൻ പറ്റി, മെസ്സേജ് കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അരോമ ടി വിയോട് ഒത്തിരി നന്ദി ഓപ്പർച്യൂണിറ്റിക്ക്. ആൻഡ് വൺ തിങ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ കൂടെ എൻ്റെ കീ വചനം എൻ്റെ ലൈഫിലെയാണ് Psalms 27:4. One thing I have decided for the Lord, that He was എൻ്റെ ലൈഫിലെയാണ്. One thing I ask of the Lord, that is what I seek, that I may dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to seek Him in His temple. ജീവിതകാലം ദൈവം സമയം തന്നിരിക്കുന്നിടം വരെ, ഈ ലോകത്ത് ജീവിതം തന്നിരിക്കുന്നിടം വരെ എപ്പോഴും ദൈവസന്നിധിയിലിരുന്ന ദൈവത്തിൻ്റെ ആ ഫേസ് കാണാനായിട്ട്, ആ പ്രസൻസ് എൻജോയ് ചെയ്യുമ്പോൾ, അതുപോലെ എൻ്റെ ലൈഫിൽ എൻ്റെ ഇതിൽ ഞാൻ ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ദാറ്റ് ആ ഹാപ്പിനെസ് ദൈവസന്നിധിയിലിരുന്ന് ദൈവ സാന്നിധ്യത്തിൽ നിറയുന്നത് പോലെ, ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മ പോലെ ഉള്ള അനുഗ്രഹവും എക്സ്പീരിയൻസും ദർ ഇസ് നത്തിങ്. അതിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ എല്ലാം ഇസ് നത്തിങ് അറ്റ് ഓൾ, ഇസ് നത്തിങ്, എല്ലാം സീറോ ആണ്. ബട്ട് ദൈവമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ നമുക്ക് സ്ഥാപിച്ചെടുത്ത് പറ്റിയാൽ ദർ ഇസ്, അതാണ് വണ്ടർഫുൾ. സോ എത്ര സ്ട്രഗിൾസ് ആയാലും, വട്ട് എവർ സ്ട്രഗിൾസ് കം, എൻ്റെ ലൈഫ് ദൈവം തന്ന ഒരു വേർഡാണ് വിക്ടറി. ഞാൻ വീട് പണിയുന്ന സമയത്ത് ദൈവത്തോട് ചോദിച്ച സമയത്ത് ദൈവം തന്ന വേർഡാണ് വിക്ടറി. അങ്ങനെ വിക്ടറി ഇല്ല, നല്ല എൻ്റെ ജീവിതത്തിലെല്ലാം കണക്റ്റഡ് വിത്ത് വിക്ടറി ആയിപ്പോൾ. ബിക്കോസ് സ്ട്രഗിൾസ് ഒത്തിരി ഉണ്ട്, ബട്ട് ദൈവസന്നിധി അതിൻ്റെ വിജയം, ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. ആൻഡ് വചനം അധികം പറയാൻ ഷെയർ ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ വിത്ത് മൈ ടെസ്റ്റിമണീസ് ഓരോ ബ്രോക്കൺ ഹാർട്ടഡ് പീപ്പിൾ വരുന്നുണ്ട്. അവരെ വചനം അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയത്തില്ല, ബട്ട് വിത്ത് മൈ ടെസ്റ്റിമണീസ് എനിക്ക് അവരെ ദൈവത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ വൺ തിങ് ഓൺലി, ഓൾവേസ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. റൂത്ത് എങ്ങനെ നവോമിയോട് പറ്റിച്ചേർന്നു. റൂത്ത്, നവോമി ഇത് ചെയ്യുന്ന ഇസ്രായേലിനെയാണ്, ബട്ട് റൂത്ത് വാസ് അന്യജാതിയായിരുന്നു. പക്ഷെ റൂത്ത് ഓർഫ വിട്ടുപോയി. പക്ഷെ റൂത്ത് നിന്നെ വിട്ടുപോകത്തില്ല, നിന്റെ സ്ഥലം എൻ്റെ സ്ഥലം, നിന്റെ ആൾക്കാരെൻ്റെ ആൾക്കാരെന്നും പറഞ്ഞുകൊണ്ട് നവോമിയോട് പറ്റിച്ചേർന്നു. ദാറ്റ് മീൻസ് റൂത്ത് എന്തോ ചെയ്തു, അന്യജാതി ഇസ്രായേലിനോട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തെ എംബ്രേസ് ചെയ്തിരിക്കുമ്പോൾ എങ്ങനെ റൂത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു, അതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. വിത്ത് നത്തിങ് ദൈവം, മൈ ഫാദർ വാസ് എ ടൈലർ. അതിൽ നിന്ന് ഇന്ന് ഇത്രത്തോളം പ്രിൻസിപ്പൽ ഓഫ് എ കോളേജ്, യൂണിവേഴ്സിറ്റിയിലെ അഡ്വൈസ് മെമ്പറാണ്, വേറെ ഒരു സ്റ്റേറ്റിന്റെ യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് മെമ്പറാണ്. ഇതിലൊക്കെ എല്ലാം ദൈവം നടത്തി. എൻ്റെ എഡ്യൂക്കേഷനും ഗ്രാജുവേഷൻ വാസ് ഫ്രീ ഗവൺമെന്റിൽ നിന്ന് പഠിച്ചു. PG ചെയ്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ചു. സോ ഇറ്റ്സ് ഓൾ നത്തിങ്. നമുക്ക് എന്ത് ദൈവത്തിന് വേണ്ടി വിതയ്ക്കാൻ പറ്റും അത് ചെയ്യുക. എനിക്ക് ദൈവവേല ചെയ്യാനോ ഒന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ ദൈവനോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഐ ഡിഡ് ദാറ്റ്. അതുകൊണ്ട് ഞാൻ ഇന്ന് കാണുന്നു, എൻ്റെ ലെവൽ, എൻ്റെ കാര്യങ്ങളായാലും ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായാലും ഞാൻ നോക്കുന്നു ദൈവം എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു, എങ്ങനെ നടത്തുന്നു. സോ ക്ലിങ് ഓൺ ടു ഗോഡ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ആ റൂത്തിനെ പോലെ. സോ ദാറ്റ് നവോമിയുടെ എല്ലാ ബ്ലെസ്സിങ്സും, ഇസ്രായേലിന്റെ എല്ലാ ബ്ലെസ്സിങ്സും നമുക്ക് കിട്ടും. ആൻഡ് Ezekiel 47 പറഞ്ഞിരിക്കുന്ന റിവർ ഫ്രം ദ ടെമ്പിൾ, ഒരു റിവറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ടെമ്പിളിൽ, ഒരു ദേവാലയത്തിൽ കൂടെ, സിനഗോഗിൽ കൂടെ ഒരു റിവറിനെ പറ്റിയിരിക്കുന്നു. പക്ഷെ നമ്മളത്
അതിൻ്റെ ആത്മീക സെൻസത്തിൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത് ഇതാണ്, ആ ടെമ്പിൾ നമ്മളാണ്. ആ ടെമ്പിൾ നമ്മളാണ്, നമ്മുടെ അകത്തുനിന്നാണത്. ആദ്യം നമ്മുടെ കാലിൻ്റെ ആങ്കിൾ ജോയിന്റ് വരെ, പിന്നെ അത് മുട്ടോളം, പിന്നെ അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നു, ബിക്കോസ് നമ്മൾ കൊതിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ, നമ്മൾ ആഗ്രഹിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഇൻസൈഡ് ഓഫ് us, നമ്മുടെ അകത്താണ് അതുള്ളത്. സോ ഗെറ്റ് ഫിൽഡ് വിത്ത് ദാറ്റ്. ദൈവമായിട്ടുള്ള ആ കണക്ഷൻസ്, കമ്മ്യൂണിയനാണ് നമ്മളൊക്കെ ഇംപ്രൂവ് ആകേണ്ടത്. റെസ്റ്റ് ദൈവം ചെയ്യും, ദൈവം നമ്മളെ നിറയ്ക്കും. സോ ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, എനിക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒത്തിരി കൊതിയുണ്ട്, ദൈവവേല ഒത്തിരി ചെയ്യണമെന്ന്. ജീവിതത്തിലെ ഇനിയുള്ള കാലങ്ങൾ ഇത്രയും നാൾ ദൈവം ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചതുപോലെ നടന്നു. ഇനിയും ദൈവത്തിന് വേണ്ടി ഒത്തിരി ഓടണം. ഇത് എൻഡ് ടൈമാണ്. ഒത്തിരി ഹാർവസ്റ്റ് കട്ട് ചെയ്യണം. അതിനുവേണ്ടി എനേബിൾ ചെയ്യാൻ വേണ്ടി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആൻഡ് ഐ വിഷ് അരോമ TV all the best. ആൻഡ് എപ്പോഴും ഇറ്റ് വിൽ ബി എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും കാണും. ബിക്കോസ് ഞങ്ങളിപ്പോൾ ഒരു കൊച്ചിട്ട് ഫോണിൽ കൂടെ ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പ് പെയ്യെ സ്റ്റാർട്ടാകുന്നു. തന്നെത്താൻ ആൾക്കാർ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞോണ്ട് ഞങ്ങളിപ്പോൾ 3 പേരായി. അതിനും പെയ്യെ ഞങ്ങളത് കൂട്ടാൻ ആഗ്രഹിക്കുന്നു. സോ ഓൾവേസ് അരോമ TV വിൽ ബി ഇൻ പ്രേയേഴ്സ് ആൻഡ് പാസ്റ്റർ 2-3 പേരെ ഓഫ് കോഴ്സ് ഐ വിൽ റെഫർ. എനിക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അവര് തരുന്നുണ്ട് ഗുഡ് ടെസ്റ്റിമണീസ്. ഡ്രഗ് അഡിക്റ്റിൽ നിന്ന് എങ്ങനെ വെളി വന്നിന്ന് ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നു. All the best, Aroma TV. Really, Pastor Daniel, let your mission be a great success. And let many ഒത്തിരി ടെസ്റ്റിമണീസ് ആടപ്പാകട്ടെ. ദൈവാനുഗ്രഹിക്കട്ടെ. ജസ്റ്റ് ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്ന കർത്താവേ. ഈ വലിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഇതിന് ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു കർത്താവേ, ഒരു യോഗ്യതയും ഇല്ലായിരുന്നു കർത്താവേ. അപ്പാ, എന്നാൽ കർത്താവേ, നീ കർത്താവേ യേശുവേ, നീ കണ്ടതിനായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ യേശുവേ, സാംസ് 27:4 പറയുന്ന പോലെ, ഓ ലോർഡ്, എപ്പോഴും ദൈവത്തോട് കർത്താവെ ചേർന്ന് നിൽക്കുവാനും ചേർന്ന് ജീവിക്കാനും ചേർന്ന് നിന്ന് ദൈവത്തിന്റെ ബ്യൂട്ടിയെ എൻജോയ് ചെയ്യുവാനും കർത്താവെ ആ കർത്താവെ ഹല്ലേലൂയ ഭാഗ്യം ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോർഡ് ജീസസ്, ഐ ബ്ലസ് ദിസ് അരോമ TV. ഐ ബ്ലസ് ഓൾ ദ ലിസണേഴ്സ് of this Aroma TV. ദൈവമേ, എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന്മേലുള്ള അനുഗ്രഹം ദൈവമേ ഓരോരുത്തിന്മേലും പകരട്ടെ കർത്താവേ. യേശുവിന്റെ കരങ്ങൾ ഞങ്ങളെ വലിയ പ്രാർത്ഥന വാരിയേഴ്സായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് അതാണല്ലോ വലിയ ആവശ്യം. എസെക്കിയേൽ കർത്താവേ, എസെക്കിയേൽ 47 പറയുന്നത് പോലെ, 27:30 പറയുന്നത് പോലെ, ദൈവമേ, ഐ വാണ്ട് സംബഡി ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്. ഓ ലോർഡ് ജീസസ്, നടുവിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി, ഞങ്ങളുടെ സ്റ്റേറ്റ്സിന് വേണ്ടി, ഞങ്ങളുടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവെ ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങൾ ഓരോരുത്തരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ നീ പറയുന്നുണ്ട് കർത്താവെ, നീ നോക്കിയപ്പോൾ ആരുമില്ലായിരുന്നു. ഓ ലോർഡ് ജീസസ്, എന്നാൽ കർത്താവ് ഇന്നത്തെ യുഗത്തിൽ ഞങ്ങളെ അതിനു വേണ്ടി എഴുന്നേറ്റ് നിർത്തണമേ കർത്താവ്. യേശുവേ കർത്താവ്, ഞങ്ങൾ കർത്താവ് അരോമ TV, അരോമയുടെ മീനിങ് തന്നെ കർത്താവെ ഹല്ലേലൂയ. ദൈവമേ, സുഗന്ധമാണല്ലോ ദൈവമേ ഹല്ലേലൂയ. റെവലേഷനിൽ പറയുന്ന പോലെ ദൈവമേ ഹല്ലേലൂയ, ഇൻസെൻസ് ദൈവമേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലിപീഠത്തിൽ നിന്നുള്ള ഇൻസെൻസ് കർത്താവെ, ആ കർത്താവ് ഇൻസെൻസ് സ്വർഗത്തിൽ എത്തുമ്പോൾ ആണല്ലോ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവമേ യേശുവേ, ആ പേര് തന്നെ കർത്താവ് മിനിസ്ട്രിക്ക് ഇട്ടിരിക്കുന്നല്ലോ കർത്താവെ. ദൈവമേ, ആ പേര് കർത്താവെ, ദൈവമേ, ആ ഇൻസെൻസ്, ആ സ്മെൽ
ദൈവമേ ഹല്ലേലൂയ, ഇവിടുന്ന് ഉയരുന്ന ഓരോ ടെസ്റ്റിമണീസും ഓരോ പ്രാർത്ഥനകളും ദൈവമേ നിന്റെ റെവലേഷനിൽ പറയുന്ന ഇൻസെൻസ് പോലെ സ്വർഗത്തിലോട്ട് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വളർത്തണമേ, ഉയർത്തണമേ കർത്താവ്, ഓരോരുത്തരെയും കർത്താവെ വളർത്തണമേ കർത്താവ്. യേശുവെ കർത്താവ് എൻ്റെ കരങ്ങൾ തരുന്നു, എല്ലാം കർത്താവ് യേശുവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലിലി സണ്ണി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകർ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ ദാസിക്ക് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ജനിച്ച് വളർത്തപ്പെട്ട ബാല്യകാലം മുതൽ ഇങ്ങോട്ട് ഇന്നേ വരെ കൂടെയിരുന്ന, കരുതി നടത്തിയ, കരം പിടിച്ച വലിയവനായ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച്, ദൈവത്തിന്റെ അത്ഭുത പദ്ധതികളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ഓർത്ത് ദൈവസന്നിധിയിൽ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തത് ഓർത്ത് വീണ്ടും ഒരു പ്രാവശ്യം കർത്താവിന് മഹത്വം കരയേറ്റുന്നു. എത്രയോ പ്രിയപ്പെട്ടവര് സമൂഹത്തില് പല നിലകളില്, പല മേഖലകളില് ഇന്നവര് ലോകപ്രകാരം ജീവിക്കുവാൻ വ്യഗ്രതപ്പെടുമ്പോൾ അതിനേക്കാൾ ഉപരിയായി അറിഞ്ഞ സത്യത്തിന് വേണ്ടി, ജീവനുള്ള ദൈവത്തിന് വേണ്ടി, ഈ ഭൗമിക ജീവിതത്തെക്കാൾ ഉപരിയായി ഒരാത്മീയ ജീവിതം, ഒരു നിത്യതയുണ്ട് എന്നുള്ള സത്യം ബോധ്യമായതുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ പ്രിയ കർത്താവിന്റെ ദാസി കാണിക്കുന്ന എല്ലാ ആ ഡെഡിക്കേഷനായി, ആ ഒരു തീവ്ര മനോഭാവത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ദാനമായി കൂട്ടിനായി തന്ന ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അരോമ TVയുടെ അനേക ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.